ക്ഷണിക്കുന്നു. സഹോദരന്മാരെ, ആദരണീയനായ നൗഫൽ, പ്രിയപ്പെട്ട NP അബൂബക്കർ, എൻ്റെ ബഹുമാന്യനായ സഹപ്രവർത്തകൻ സഹോദരൻ എൽദോസ്, നിങ്ങളുടെ പ്രിയപ്പെട്ട MLA, പാണ്ഡിത്യത്തിൻ്റെ ഗരിമ കൊണ്ടും വിനയം കൊണ്ടും ഒരുപക്ഷെ കേരളത്തിലെ പണ്ഡിത ലോകത്ത് ഏറ്റവും ശ്രദ്ധേയനായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ആദരണീയനായ പൊന്നമ്പള്ളി ഉസ്താദ്, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം സാഹിബ്, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട ഗഫൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി, മുസ്ലിം ലീഗിൻ്റെ പ്രചാരണ വേദികളിൽ നേതൃപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന, പ്രൗഢമായ പ്രഭാഷണങ്ങൾ കൊണ്ട് ലീഗ് വേദികളിലെ ഏറ്റവും ശ്രദ്ധേയനായ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട ഷിബു മീരാൻ, പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി സുബൈർ ഓണമ്പള്ളി, യൂത്ത് ലീഗിൻ്റെ ബഹുമാന്യനായ സെക്രട്ടറി അൻസാർ മുണ്ടാട്ട്, അബൂബക്കർ റഷാദ്, AM മുഹമ്മദ് സാഹിബ് തുടങ്ങിയിട്ട് വേദിയിലെ ബഹുമാന്യരായ നേതാക്കന്മാർ, UDFൻ്റെ സഹോദരന്മാർ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ചെറിയ വാക്കുകൾ കൊണ്ടാണെങ്കിലും പ്രിയപ്പെട്ട ഷിബുവും ആദരണീയനായ ഉസ്താദും ഒക്കെ വളരെ മനോഹരമായി രാഷ്ട്രീയങ്ങളിവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ ഈ കൂടിച്ചേർന്ന സമ്മേളനം ഗുണപരമായി മാറണമെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് പരിണമിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും, അതിനൊക്കെ ഒരുങ്ങിക്കൊണ്ട് പ്രവർത്തകരെ സജ്ജീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നമ്മളെല്ലാവരും നടത്തേണ്ടത്. അതിന് കഴിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് വരെ ഒരു നല്ല ജാഗ്രത ഇന്ത്യയിലെ മതേതര സമൂഹത്തിന് കൃത്യമായിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സോഷ്യൽ മീഡിയകൾ തന്നെ പരിശോധിച്ചാൽ, നിങ്ങളുടെ ട്വിറ്ററുകളും വാട്സാപ്പുകളും ഫേസ്ബുക്കും ഒക്കെ പരിശോധിച്ചാൽ അതിനകത്തൊരു ജാഗ്രവത്തായി നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിഫലനം കാണാൻ കഴിയുമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടായി. നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷെ BJPയുടെ 400 സീറ്റ് എന്ന വാദത്തെ തകർക്കുകയും രാഹുൽ എന്ന് പറയുന്ന അധികായൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ മതേതരത്വത്തിൻ്റെ കാവലാളായി അവരോധിക്കാൻ കഴിയുകയും ഒക്കെ സാധിച്ചു. പക്ഷെ ആ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയം, വിശിഷ്യ നമ്മുടെ പ്രതലത്തിൽ പരിശോധിച്ചാൽ, നമ്മളൊരു അങ്ങ് ജയിച്ചു കഴിഞ്ഞ മട്ടിലുള്ള ഒരു നിസ്സംഗത നമ്മുടെ പ്രവർത്തകരിൽ മുഴുവനുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഞാൻ നിങ്ങളോട് സ്നേഹബുദ്ധിയാ പറയുന്നത്, അത് അബദ്ധമാണ്. വലിയ സൂക്ഷ്മത നിങ്ങൾ കാണിക്കണമെന്നും ജാഗ്രതയോടെ നിൽക്കണമെന്നും നിങ്ങളോട് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഫാഷിസ്റ്റ് വിരുദ്ധമായിരുന്ന അല്ലെങ്കിൽ വിരുദ്ധമാവേണ്ടുന്ന
പ്രധാനപ്പെട്ട ഒരു സമയമാണ് നമ്മുടേത്. ഓർത്തു നോക്കൂ നിങ്ങൾ, ഇന്ത്യയുടെ സകലമാന മേഖലകളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ GDP 5.6 ഇപ്പോൾ നിൽക്കുന്നത്, 5.6 നിൽക്കുകയാണ്. ഒരു ശരാശരി രാജ്യത്തിന് സസ്റ്റെയിൻ ചെയ്തു പോകണമെങ്കിൽ 10% GDP-യുടെ വളർച്ചയുണ്ടാകണം. സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. 5% GDP എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് ഒരു ജോലി പോലും നൽകാൻ പ്രാപ്തമായ സാമ്പത്തിക സ്ഥിതിയല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വഷളാവുകയാണ് ഇന്ത്യയിലെ സമകാലികമായിട്ടുള്ള രാഷ്ട്രീയം. ഇതിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? GDP തകരുന്നതിന്റെ അടിസ്ഥാന ഘടകമാണ് ഗൗരവത്തോടെ പരിശോധിക്കേണ്ടത്. ഒരുപക്ഷെ കേരളത്തിൽ നമുക്കത് അത്ര ബോധ്യമാവില്ല. ഞാൻ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എനിക്കറിയാം, ഇതത്ര ബോധ്യമാവില്ല നമുക്ക്. കാരണം നമ്മളൊക്കെ ഒരു പ്രവാസ സമൂഹവും അത്യാവശ്യം ചെറിയ മോശമല്ലാത്ത ബിസിനസ്സുകളിലൊക്കെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്നാൽ ഇന്ത്യയിലെ പൊതു സാമൂഹ്യാവസ്ഥ അതല്ല. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് തകർന്നു തരിപ്പണമായിരിക്കും. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിന് പിടിച്ചു നിൽക്കാൻ ആവാത്ത വണ്ണം തകർന്നിരിക്കുന്നു. മുതലാളിമാർ പിന്നെയും 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 മുതലാളിമാരാവുക, ഇട സമൂഹം എന്ന് പറയുന്നത് തകരുക, പാവപ്പെട്ടവൻ പിന്നെയും പിന്നെയും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുക. ഇതാണ് വർത്തമാനകാല ഇന്ത്യയുടെ സ്ഥിതി എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പൊ ഇവിടെ കേരളത്തിൽ നിങ്ങളൊരു കാർ ഷോറൂമിൽ പോയാൽ ടയോട്ടയൊക്കെ വലിയ ഡിമാൻഡാണ് പറയുന്നത്. ഒരു ഇന്നോവ ചോദിച്ചാൽ 6 മാസം എന്നൊക്കെ വലിയ പുളുവടിയാണ്. നിങ്ങൾ കേരളത്തിന് പുറത്ത് പോയി നോക്കൂ. കാർ എടുക്കണമെന്ന് തോന്നിയാൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും, കാത്തിരിക്കണ്ട. കാരണം അവിടെ വാങ്ങാൻ ആളില്ല. കേരളം നേരെ തിരിച്ചാണ്. മാരുതിയുടെ ചെയർമാൻ പറയുന്നത് കാർ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുമോ, അത്രമേൽ കാർ കമ്പനികൾ പ്രതിസന്ധിയിലാണ്. ഇന്ത്യയിലെ ഇടനിലക്കാരന്റെ സാമൂഹ്യ ജീവിതത്തിൽ അവർക്ക് പറ്റുന്ന ചെറിയ കാറുകൾ ആളുകൾ വാങ്ങാനില്ല എന്ന് പറയുന്നത് അവർ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നോക്കൂ നിങ്ങൾ, ഡോളറിന് ഇന്നത്തെ റേറ്റ് 86 ആയിരിക്കും. ഞാൻ മിനിഞ്ഞാന്ന് പ്രസംഗിക്കുമ്പോൾ 85, വരുമ്പോൾ ഞാൻ നോക്കിയത് 86. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രൂപയുടെ വിലയിടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP-യുടെ പ്രസിഡന്റ് പ്രസംഗിച്ചത് ഡോളറിനെ 40 കൊണ്ടുവരുമെന്നാണ്. വിടുവായത്തരം ആർക്കും പറയല്ലോ. 40 വേണ്ട സുരേന്ദ്ര, 50 വേണ്ട, 60 വേണ്ട, 70 ആ ഡോളറിനെ മൻമോഹന്റെ കാലത്തെ പോലെ നിർത്താൻ എന്ത് നിങ്ങൾക്ക് കഴിയാത്തത്? രാജ്യത്തിന്റെ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് പോയിരിക്കുന്നു. രാജ്യത്തിന്റെ സകലമാന മൗലികതകളും തകർന്നിരിക്കുന്നു. ഇവിടെ ഉള്ളത് അദാനി മാത്രമാണ്. അദാനി ആവട്ടെ നരേന്ദ്രമോദിയാണ്, അമിത്ഷായാണ്. വേറെ ഏത് കമ്പനിയുണ്ട്? ബാക്കിയെല്ലാം തകരുന്നു. ഇന്ത്യയിൽ അദാനി മാത്രം തടിച്ചു കൊടുക്കുന്നു. 2200 കോടിയുടെ അഴിമതിയാണ്, കൈക്കൂലി വാങ്ങി എന്ന പേരാണ് അമേരിക്കയിൽ അദാനിക്കുള്ളത്. അവിടെ അയാൾക്കെതിരെ പ്രോസിക്യൂഷൻ ആരംഭിച്ചിരിക്കുന്നു. അമേരിക്ക അദാനിക്ക് കാലുകുത്താൻ പറ്റില്ല അമേരിക്കയുടെ മണ്ണിലേക്ക്. അവർ വിലക്കേർപ്പെടുത്തുക മാത്രമല്ല, ഈ അഴിമതിയുടെ ഈ കമ്പനിയെ, അദാനിയെ പറ്റില്ലെന്ന് ആഫ്രിക്കൻ രാജ്യങ്ങൾ പറഞ്ഞു. പറ്റില്ല. എന്ത് ആഫ്രിക്കൻ രാജ്യങ്ങള്? ആന്ധ്ര ഗവൺമെന്റ് BJP-യുടെ സഖ്യകക്ഷികളാണ് ഭരിക്കുന്നത്. അവര് പറഞ്ഞു അദാനിയുമായി യാതൊരു തരത്തിലുള്ള ബിസിനസ് ഇടപാടുകൾക്കും ഞങ്ങൾ തയ്യാറല്ല. പക്ഷെ രസമുള്ള കാര്യം അതല്ല. ആന്ധ്ര പോലും അദാനി വേണ്ടെന്ന് പറയുമ്പോൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ അദാനി വേണ്ടെന്ന് പറയുമ്പോൾ, അമേരിക്ക അദാനി വേണ്ടെന്ന് പറയുമ്പോൾ, കേരളത്തിലെ വിപ്ലവ ഇടതുപക്ഷ പ്രസ്ഥാനം അദാനിക്ക് ചുവന്ന പരവതാനി വിരിക്കുകയാണ്. ഇതെന്തു രാഷ്ട്രീയമാണ്? അദാനിയെ നഖശികാന്തം എതിർക്കുന്ന രാഹുൽ ഗാന്ധി വലതുപക്ഷ രാഷ്ട്രീയക്കാരൻ, അദാനിക്ക് ചുവന്ന പരവതാനി വിരിക്കുന്ന പിണറായി വിജയൻ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരൻ. എന്തു വിരോധാഭാസമാണ്? എന്തുതരം വിരോധാഭാസമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
ഈ രാജ്യത്തെ സാമ്പത്തികമായ വിഷയങ്ങളിൽ മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് കോൺഗ്രസിനെതിരായി ഒരു ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ചു BJP. കോൺഗ്രസിനെതിരെ മാത്രമല്ല, സോണിയാഗാന്ധിക്കെതിരെ. ആരാണ് സോണിയാഗാന്ധി? നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം കൈവെള്ളയിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ നേരത്തെ ഷിബു സംസാരിച്ചല്ലോ, ബഹുമാന്യനായ ഓണംപള്ളിയും പറഞ്ഞു ഇന്ത്യയുടെ പ്രതിഭാധനനായിരുന്ന മൻമോഹൻ സിംഗിനെ കുറിച്ച്. ഒരുപക്ഷെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യ കണ്ട ദിഷണാശാലിയായ ഭരണാധികാരിയായിരുന്നു ആ മനുഷ്യൻ. ആ മനുഷ്യനെ ഇന്ത്യക്ക് ലഭിച്ചത് എങ്ങനെയാണ്? സോണിയാഗാന്ധിയുടെ പിൻവാങ്ങലാണ്. തന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വേണ്ടെന്ന് പറഞ്ഞ മഹതിയായ ആ സ്ത്രീയെ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് വെച്ച് അപമാനിച്ചു. ഈ BJPയുടെ നേതാവ് പ്രസംഗിച്ചതാണ്, ജോർജ് സോറോസ് ഫൗണ്ടേഷന്റെ പണം വാങ്ങുന്നു ആര്? സോണിയാഗാന്ധി. ഈ ജോർജ് സോറോസ് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട ലോകത്ത് വിവാദമുണ്ട്. ഇന്ത്യക്ക് പ്രത്യേകിച്ച് പ്രശ്നമുണ്ട്. കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാണ് എന്ന ആരോപണം ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ അത് വേണമെന്ന് വാദിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ജോർജ് സോറോസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ പണം വാങ്ങുന്നത് തെറ്റാണ്, അതിലാർക്കും സംശയമില്ല. പക്ഷെ ആ പണം വാങ്ങി സോണിയാഗാന്ധി എന്ന ആരോപണം ഉന്നയിക്കാൻ ഉപോത്ബലകമായ തെളിവ് പറഞ്ഞത് ഫ്രഞ്ച് പത്രമായിട്ടുള്ള മീഡിയ പാർട്ട് എന്ന് പറയുന്ന ഫ്രഞ്ച് പത്രം, ആ പത്രത്തിൽ വന്നു എന്നാണ്. ശരി, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്കൊരു ആരോപണമായി ഉന്നയിക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ ആ ഫ്രഞ്ച് പത്രത്തിന്റെ ഡയറക്ടർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വളരെ പരസ്യമായി, കാരിൻ ഫ്യൂട്ടോ എന്ന് പറയുന്ന അതിന്റെ ഡയറക്ടർ പറഞ്ഞു, ഞങ്ങളുടെ പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത പോലും വന്നിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയുടെ പാർലമെന്റാണ്. നമ്മുടെ നിയമസഭയിൽ പോലും ഒരു കളവ് പറഞ്ഞാൽ അത് രേഖയിൽ ഉണ്ടാവില്ല. പക്ഷെ ഈ പറഞ്ഞ മഹാനുണ, ഒരു മന്ത്രി പറഞ്ഞ കളവ്, ഒരാൾക്കെതിരെ ഉന്നയിച്ച കടുത്ത ആരോപണം ആ പാർലമെന്റിന്റെ രേഖയിൽ ഇപ്പോഴും കിടക്കുന്നു. ആർക്കെതിരെ പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും പ്രതിഭാധനയായ, ഇന്ത്യയുടെ അഭിമന്യയായ കോൺഗ്രസിന്റെ നേതാവിനെതിരെ, സോണിയാഗാന്ധിക്കെതിരെ പറഞ്ഞ ആരോപണം ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് കിടക്കുന്നു. നുണ പറയാൻ മടിയില്ല, കളവ് പറയാൻ യാതൊരു ആക്ഷേപം ഉന്നയിക്കാൻ മടിയില്ല. എന്ത് തെമ്മാടിത്തരവും തോന്നിവാസവുമാക്കാൻ അധികാരത്തെ ഉപയോഗിക്കുന്ന ഒരു അപകടം പിടിച്ച അവസ്ഥ ഈ രാജ്യത്തുണ്ട്. പാർലമെന്റിനെ അതിന് ഉപയോഗിക്കാം. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇവിടെ മോഹൻ ഭഗവത് ഏറ്റവും അടുത്ത് സമീപകാലത്ത് RSSന്റെ നേതാവ് മോഹൻ ഭഗവത് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ പള്ളിക്കടിയിൽ കൊണ്ടുപോയി വിഗ്രഹങ്ങൾ ഉണ്ട് എന്ന ആരോപണം ഉന്നയിച്ച് നിങ്ങൾ കോടതിയിൽ കേസ് കൊടുത്ത് അതിന് എന്താണ് സർവേ അനുമതി വാങ്ങി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ രീതി ശരിയല്ല. ആരാ പറയുന്നത്? രാഹുൽ ഗാന്ധിയാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവാണോ അത് പറയുന്നത്? അല്ലല്ലോ, അത് പറയുന്നത് RSSകാരൻ. എന്തുകൊണ്ടാണ് ഈ വെളിപാട് ഉണ്ടാവുന്നത്? RSSന്റെ മോഹൻ ഭാഗവതിന് ഇതൊരു ശരിയായ പ്രക്രിയയല്ല എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ലോകം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ്. മാത്രമല്ല, അവകാശവാദം ഉന്നയിച്ച് താജ്മഹൽ ക്ഷേത്രമായിരുന്നു എന്ന് ഒരു വിഡ്ഢിയായ RSSകാരൻ പിന്നെയും പറഞ്ഞു. ലോകം ഇത് കാണുകയാണ്, ലോകം ഇത് കേൾക്കുകയാണ്. ഒരു രാജ്യത്തിലെ ഒരു ഭ്രാന്തിന്റെ ഉച്ചാവസ്ഥ, ഭരണകൂടം നടത്തുന്ന ഒരു ഭ്രാന്തമായ അവസ്ഥയെ ലോകം കാണുകയാണ്. ടൂറിസ്റ്റുകൾ ഇത് വിലയിരുത്തുകയാണ്. ഇന്ത്യയിലേക്ക് വരുന്നവർ ഇത് ഗൗരവത്തോടെ കാണുകയാണ്. മോഹൻ ഭഗവതിനറിയാം, തങ്ങളുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ, ഈ രാജ്യത്തിനു തന്നെ ഇത് അപകടമാണ്. നോക്കൂ നിങ്ങൾ, ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിയാണ്. ഒരു യുദ്ധത്തിലെ പാകിസ്ഥാനെ തകർക്കുന്നതിൽ ഇന്ത്യ നിർവഹിച്ച ഏറ്റവും രാഷ്ട്രതന്ത്രപരമായ സമീപനം പാക്കിനെ പിളർത്തി എന്നതാണ്. ഇന്ത്യയെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്തെ തകർക്കാൻ സകലമായ പരിശ്രമങ്ങളും നടക്കുന്ന പാകിസ്ഥാനെതിരെ ഇന്ത്യ എടുത്ത ഏറ്റവും മനോഹരമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നു ബംഗ്ലാദേശ് ഉണ്ടാക്കുക. എത്ര ഇന്ത്യൻ മിലിറ്ററിയിൽ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പാകിസ്ഥാനെ പിളർത്തിയിട്ടാണ് ഇന്ത്യ ബംഗ്ലാദേശ് ഉണ്ടാക്കുന്നത്. ബംഗ്ലാദേശിന് ഇന്ത്യയോട് അത്തരത്തിലുള്ള സ്നേഹവും ഇഷ്ടവുമുള്ള, ഒരുപക്ഷെ നമുക്കൊക്കെ പോയി വരാൻ കഴിയുന്ന ഒരു അയൽപക്ക രാജ്യമായി പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ചു നമ്മളെടുത്ത ബംഗ്ലാദേശായി. ആ ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുന്നു, ഈ മോഡിയുടെ സർക്കാരിന്റെ നിലപാടുകൾ കൊണ്ട് പറയിപ്പിച്ചു ബംഗ്ലാദേശ്. എന്താ അവർ പറഞ്ഞത്? ഇന്ത്യക്ക് ഒരു ചുക്കും ഉണ്ടായിട്ടില്ല സംഭാവന ഞങ്ങളെ രാജ്യം ഉണ്ടാവുന്നതിൽ. ബംഗ്ലാദേശിന് പുച്ഛമാണ് ഇന്ത്യയോട്. ബംഗ്ലാദേശിന്, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ രാഷ്ട്രതന്ത്രജ്ഞതയുടെ ഭാഗമായി നമ്മൾ ഉണ്ടാക്കിയ രാജ്യം പോലും നമ്മളെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്.
ഈ അപകടകരമായ ഒരു അവസ്ഥ, നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ഈ രാജ്യം, അവർക്ക് ജീവിച്ചു പോകേണ്ട ഈ രാജ്യം, അവർക്ക് തൊഴിലെടുക്കേണ്ട പഠിക്കേണ്ട ഈ രാജ്യം, അതിന്റെ എല്ലാ സാധ്യതകളും തകർക്കുന്ന ഒരു വൃത്തികെട്ട ഫാഷിസ്റ്റ് രീതികളാൽ വലയം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നിങ്ങളുടെയും എന്റെയും ഉത്തരവാദിത്തമുള്ളത്. നമ്മുടെ പ്രതലം ചെറുതായിരിക്കാം, ഒരുപക്ഷെ ഈ ഓണംപള്ളി എന്ന് പറയുന്ന ഗ്രാമതുല്യമായ ഈ ചെറിയ ഒരു പ്രദേശമായിരിക്കാം നാം നിൽക്കുന്ന ഇടം. എങ്ങനെയാണോ നിങ്ങൾക്ക് ഈ ഫാഷിസ്റ്റ് വിരുദ്ധതയോട് സമരം ചെയ്ത് നിൽക്കാൻ കഴിയുക? എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൽ ഇടപെടാൻ കഴിയുക? അങ്ങനെ ഇടപെടേണ്ടുന്ന സമയമാണിത്. അവിടെയാണ് രാഹുൽ ഗാന്ധിയെ നമ്മൾ അംഗീകരിക്കുന്നത്. എന്തുകൊണ്ട്? ഇന്ത്യയിൽ പതിതരായ ജനസമൂഹത്തിന്റെ പ്രശ്നമുണ്ടായാൽ, സമ്പളിൽ 5 പേർ വെടിവെച്ച് കൊല്ലപ്പെടുമ്പോൾ അവിടെ രാഹുൽ ഗാന്ധി പോകുന്നുണ്ട്. അവിടെ ചെന്ന് എനിക്ക് ആ പ്രദേശത്ത് പോകണമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിൽ ആ വിഷയത്തെ കൊണ്ടുവരുന്നുണ്ട്. രാഹുൽ അപകടകാരിയാണ്. എന്തുകൊണ്ട്? ഇതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഫാഷിസ്റ്റുകൾക്ക് രാഹുലിന് വേണ്ടി വോട്ട് ചോദിച്ച, രാഹുലിന് വേണ്ടി പണിയെടുത്ത, രാഹുൽ വരണമെന്ന് ആഗ്രഹിച്ച മതേതര സമൂഹത്തിന് പ്രതീക്ഷകൾ നഷ്ടപ്പെടാത്ത വിധം അവരുടെ മുൻനിരയിൽ നിൽക്കാൻ രാഹുലിന് കഴിയുന്നു എന്ന ഒരവസ്ഥ നമുക്കുണ്ട്. അഭിമാനമുണ്ട് ആ രാഷ്ട്രീയത്തിൽ. നമുക്ക് രാഹുലിന്റെ കൂടെ നിൽക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? ഇന്ത്യയിലെ സകലമാന മതേതര വിശ്വാസികളുടെയും ബാധ്യതയാണ്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, കഴിഞ്ഞ പാർലമെന്റിന്റെ തൊട്ടു മുമ്പ് ഞാൻ കാസർഗോഡ് പ്രസംഗിക്കുന്ന ഒരു സമയം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫാഷിസം ഇന്ത്യയിൽ അതിഭീകരമാം വിധം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ, ആ മനുഷ്യനെ അപമാനിക്കാൻ, ആ മനുഷ്യനെ ചീത്ത വിളിക്കാൻ അന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കാട്ടുകള്ളനായ ഒരു വൃദ്ധൻ, നമ്മളെ അണ്ണാ ഹസാരെ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ അണ്ണാ ഹസാരക്ക് പിന്തുണ പ്രഖ്യാപിച്ച് CPM നിൽക്കുകയാണ്. വെറും അണ്ണാ ഹസാരെ മാത്രമാണ് തരക്കടില്ല, പതഞ്ജലിയുടെ ഉപജ്ഞാതാവായിട്ടുള്ള കാട്ടുകള്ളനായ ഒരു സന്യാസിയുണ്ട്. ആ സന്യാസിക്കും പിന്തുണ പ്രഖ്യാപിച്ച് നിൽക്കുകയാണ് ഇവിടുത്തെ CPM-കാർ. ആ സമയമാണ് ആ തെരഞ്ഞെടുപ്പ് വരുന്നത്. മൻമോഹൻ സിംഗ് ചെയ്ത എന്താ ഏറ്റവും വലിയ പാതകം? അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാർ അഭിമുഖീകരിക്കുന്ന, അഭിമാനപൂർവ്വം ജീവിക്കുന്നതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ നിങ്ങൾ എടുത്തോ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആവട്ടെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആവട്ടെ, നിങ്ങളുടെ ഗ്രാമങ്ങളിലെ തൊഴിലവസരങ്ങൾ എന്താണ്, തൊഴിലുറപ്പ് പദ്ധതികളാവട്ടെ, നേരത്തെ അഭിമന്യനായ എന്റെ മുൻ പ്രസംഗകര് പറഞ്ഞിട്ടുള്ള സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടാവട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട് പറയാൻ നമുക്ക് കഴിയും. ആ മൻമോഹൻ സിംഗ് കൊണ്ടുവന്നതിലെ സുപ്രധാനമായ ഒന്നായിരുന്നു ആണവ കരാർ. ഞാനന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് അഹമ്മദ് സാഹിബ് കേന്ദ്രത്തിൽ മന്ത്രിയാണ്. ആണവ കരാർ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഇടതുപക്ഷം ഉണ്ടാക്കിയ ഒരു വൈകാരിക ചലനമുണ്ട് കേരളത്തിൽ. ഇവിടെ അടക്കം അഹമ്മദ് സാഹിബ് രാജിവെക്കണം. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ഒരു യൂത്ത് ലീഗുകാരൻ എന്നതിലേക്ക് അന്ന് ഞങ്ങളുടെ കമ്മിറ്റി കൂടി പറഞ്ഞത് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ്. ഞാൻ ഇന്ന് അഭിമാനിക്കുന്നുണ്ട് ആ വിഷയത്തിൽ. നിങ്ങൾ ഓർത്തു നോക്കൂ, ആ ആണവ കരാറിന്റെ പേരിലാണ് മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ പരിശ്രമിക്കുന്നത്, പിന്തുണ പിൻവലിക്കുന്നത് ഇവിടുത്തെ CPM-കാർ. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, മൻമോഹൻ സിംഗിന്റെ കാലം കഴിഞ്ഞല്ലോ, ഈ നരേന്ദ്രമോദി പിന്നെയും ഭരിക്കാൻ വന്നല്ലോ. ആണവ കരാറിന്റെ അപകടം എന്താണ് ഇന്ത്യയിൽ? എന്താ ഉണ്ടാക്കിയത്? നിങ്ങൾ വലിയ കോലാഹലം ഉണ്ടാക്കിയിട്ട് ഈ മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ പ്രയത്നിച്ച നിങ്ങളുടെ രാഷ്ട്രീയ തന്ത്രം അതായിരുന്നില്ലേ? ആ ആണവ കരാർ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണ് ഇന്ത്യയിൽ? എന്തെന്നറിയുമോ? ഈ രാജ്യത്ത് വൈദ്യുതിയുടെ സഫിഷ്യൻസി ഉണ്ടാക്കിയെടുത്തത് ആ കരാറാണ്. ഈ തമിഴ്നാട്ടിൽ പോലും കൂടംകുളത്ത് പോലും വന്നിട്ടുള്ള ആണവ നിലയമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതക്ക് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അതെങ്ങനെയാണ് കേരളത്തിലെ പിണറായി വിജയന് മനസ്സിലാവുക? ജീവിതത്തിൽ ഒരിക്കലായിട്ടുള്ള വിദ്യുച്ഛക്തി മന്ത്രിസ്ഥാനം കൊണ്ട് ലാവ്ലിന്റെ 100-300 കോടി അടിച്ചു മാറ്റി കട്ടുതിന്ന പിണറായി വിജയന് എങ്ങനെയാണ് സത്യസന്ധമായ ഒരു ആണവ കരാറിന് രാഷ്ട്രീയം പറഞ്ഞാൽ മനസ്സിലാവുക? നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഇന്നും മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ പ്രയത്നിച്ചത് ആ ആണവ കരാറിന്റെ പേരിലാണ്. ആ കരാർ എവിടെ? നഷ്ടം വന്നോ രാജ്യത്തിന്? എന്തെങ്കിലും പ്രയാസമുണ്ടായ രാജ്യത്തിന്? ഇല്ല. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രയാസമുണ്ടായി. എന്തെന്നറിയുമോ? നിങ്ങളും ഈ പറയുന്ന അണ്ണാ ഹസാരെയും ഈ പറയുന്ന കള്ള സന്യാസിയും കൂടെ ഈ രാജ്യത്തിന്റെ ഗോപുരങ്ങളിൽ നിന്ന് മതേതരത്വത്തെ താഴെ ഇറക്കുകയും നരേന്ദ്രമോദി എന്ന ഫാഷിസ്റ്റിനെ ഇന്ത്യയുടെ അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്തു. നിങ്ങളാണ് ചെയ്തത്. ഓർക്കണം നിങ്ങൾ. എന്നിട്ടും CPM-കാരാ നിങ്ങളെ ഒരു ജനാധിപത്യ മുന്നണിയിൽ ചേർത്ത് നിർത്താൻ രാഹുലും ആ മുന്നണിയുടെ പ്രവർത്തകന്മാരും കാണിച്ച മര്യാദ ഉണ്ടല്ലോ.
ഞാൻ അന്ന് കഴിഞ്ഞതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പ്രസംഗിക്കുമ്പോ ഈ വൈകാരികതയുടെ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞു വന്നപ്പോ ഞാൻ പറഞ്ഞു, സ്നേഹമുള്ളവരെ, ഇത് ലാസ്റ്റ് വണ്ടിയാണ്, ലാസ്റ്റ് ബസ്സാണ്, നിങ്ങൾ ഇതിൽ കയറണം. പിന്നെ തുടങ്ങിയില്ലേ, നമ്മളാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി, രാഹുൽ പ്രതിപക്ഷ നേതാവായില്ല. പിന്നെ തുടങ്ങിയില്ലേ സഖാക്കൾ എന്നെ ട്രോളാൻ. ലാസ്റ്റ് ബസ് പോയോ? ലാസ്റ്റ് ബസ് വന്നോ? ലാസ്റ്റ് ബസ് കഴിഞ്ഞാൽ പിന്നെയും ബസ് വരാറുണ്ടോ? ഇഞ്ചി എന്നൊക്കെ പറയണ മാതിരി എന്നെ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ സഖാക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, കളിയാക്കലൊക്കെ കളിയാക്കിക്കോ, പക്ഷെ ആ ലാസ്റ്റ് ബസ്സിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ അരിവാളും ചുറ്റികയൊക്കെ ആക്രിക്കടയിൽ പോയി തപ്പേണ്ടി വരുമായിരുന്നു. നിങ്ങളുടെ ചിഹ്നാവൂല. മനസ്സിലായോ? ഞങ്ങള് രാഹുൽ ഗാന്ധി ഈ മുന്നണിക്കകത്ത് നിങ്ങളെ കൂട്ടിയിട്ട് ഈ കേരളത്തിന് പുറത്ത് ഇവിടെ ഒന്നല്ലേ കിട്ടിയുള്ളൂ, മറ്റൊന്ന് നിങ്ങൾ BJPക്ക് പതിച്ചു കൊടുത്തതല്ലേ തൃശ്ശൂര്, ഒന്നല്ലേ കിട്ടിയുള്ളൂ. ഈ കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് സീറ്റ് വാങ്ങിത്തരാൻ കോൺഗ്രസ് മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ ചിഹ്നം കൊടച്ചകർ ഉണ്ടാവുമായിരുന്നില്ല. അറിയോ നിങ്ങൾക്ക്? ആ രാഹുലിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ രാഹുൽ ഗാന്ധി ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ നിൽക്കുമ്പോ നിങ്ങൾ ആക്ഷേപിക്കുക, പരിഹസിക്കുക. രാഹുൽ വയനാട്ടിൽ നിന്ന് ജയിച്ചത് വർഗീയ വോട്ടുകൾ കൊണ്ടാണെന്ന് നേരത്തെ ഷിബു പറഞ്ഞ പോലെ നിതീഷ് റാണ അടക്കമുള്ളവർ പറഞ്ഞ അതേ നിതീഷ് റാണ പറഞ്ഞ അതേ വാക്ക് നിങ്ങൾ പറയുക. വയനാട് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ജയിച്ചത്, എന്റെ സ്നേഹമുള്ളവരെ, പ്രിയങ്ക ജയിക്കുമ്പോഴുള്ള ഒരു രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലായോ? രാഹുലിന് നമ്മളെന്താ വോട്ട് ചെയ്തത്? നിങ്ങൾ ഈ മണ്ഡലത്തില് എന്തിനാണ് കോൺഗ്രസിന്റെ MP-ക്ക് ആവേശപൂർവ്വം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്? ഇന്ത്യ ഭരിക്കാൻ രാഹുലിനെ പറഞ്ഞേക്കാൻ അല്ലേ? ഞങ്ങൾ വയനാട്ടുകാരും വോട്ട് ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് രാഹുൽ പോവട്ടെ എന്ന് വിചാരിച്ചാൽ നടന്നില്ല. നിർഭാഗ്യം. ആ ഉപതെരഞ്ഞെടുപ്പിൽ വരുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് 10 ലക്ഷം വോട്ട് കൊടുത്താൽ, ഭൂരിപക്ഷം കൊടുത്താൽ രാഹുൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറെ ഒരു ചലനവും അതിശയകരമായി ഉണ്ടാക്കാൻ ഇടയില്ലാത്ത തെരഞ്ഞെടുപ്പ്. എന്നിട്ടും ആ തെരഞ്ഞെടുപ്പിൽ 47,000 വോട്ട് രാഹുലിനേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്ക കൂടും. അതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണ്? ഫാഷിസത്തോടുള്ള ഒരു മതേതര സമൂഹത്തിന്റെ എതിർപ്പാണ്, ശത്രുതയാണ്, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന ജനാധിപത്യ ബോധമാണ്. ആ ജനാധിപത്യ ബോധത്തെയാണ് CPM-കാര വയനാട്ടിൽ നിങ്ങൾ പരിഹസിക്കാൻ ശ്രമിച്ചത്. വയനാട്ടിൽ നിങ്ങൾ രാഹുലിന് വോട്ട് ചെയ്തവരും പ്രിയങ്കക്ക് വോട്ട് ചെയ്തവരും വർഗീയവാദികളായ മുസ്ലിങ്ങളാണ്. അതാണല്ലോ നിങ്ങളുടെ പ്രയോഗം. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 3 MLA-മാരുണ്ട് CPM-ന്, ഇടതുപക്ഷത്തിന്. അവർക്ക് മുസ്ലിങ്ങളെ വോട്ട് ചെയ്തിട്ടില്ല. ഇനി അവർക്ക് വോട്ട് ചെയ്ത മുസ്ലിങ്ങളൊക്കെ മതേതരവാദികളും കോൺഗ്രസ് നേതാവിന് വോട്ട് ചെയ്ത മുസ്ലിങ്ങൾ വർഗീയവാദികളും എന്നാണോ നീ പറയണത്? നിങ്ങൾക്ക് വോട്ട് ചെയ്താലേ മതേതരാവുള്ളൂ, അങ്ങനെ ആവുള്ളൂ. ഇനി മുസ്ലിം വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളൊക്കെ മൂരാച്ചികളും കൊള്ളരുതാത്തവരും വർഗീയവാദികളാണോ? എടോ CPM-കാരാ, വയനാട് ജില്ലാ CPM-ന്റെ ജനറൽ സെക്രട്ടറി, നിങ്ങളുടെ സെക്രട്ടറി ആരെന്നറിയോ? ഒരു മുസ്ലിമാണ്. നിങ്ങൾ ഈ പറഞ്ഞ മൂരാച്ചിയായ മുസ്ലിമാണോ അവൻ? ആണോ? വയനാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങളും കൊള്ളരുതാത്തവരാണെങ്കിൽ അവൻ ഈ പറയുന്ന മൂരാച്ചിയാണോ അവിടുത്തെ മുസ്ലിം എന്ന് പറയുന്നത്? ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, വയനാട്ടിൽ ആർക്കാ ഞങ്ങൾ വോട്ട് കൊടുത്തത്? രാഹുൽ ഗാന്ധിക്ക്, ഹിന്ദുവായ രാഹുൽ ഗാന്ധിക്ക് അല്ലേ? വയനാട്ടുകാരായ ഞങ്ങൾ മുസ്ലിങ്ങൾ ആർക്കാ വോട്ട് കൊടുത്തത്? ഹിന്ദുവായ പ്രിയങ്ക ഗാന്ധിക്ക്. അതാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വർഗീയവാദികളാണ്. എന്നാൽ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, നേമത്ത് അവിടുത്തെ വോട്ടർമാർ ആർക്കാ വോട്ട് ചെയ്യുന്നത്? തൃശ്ശൂരില് അവിടുത്തെ വോട്ടർമാർ ആർക്കാ വോട്ട് ചെയ്യുന്നത്? പാലായിൽ അവിടുത്തെ വോട്ടർമാർ ആർക്കാ വോട്ട് ചെയ്യുന്നത്? അതൊന്നും CPM-ന് കുഴപ്പമില്ല. തൃശ്ശൂരിലെ ആളുകൾ അവരുടെ സമുദായത്തിലുള്ളവർക്ക് വോട്ട് കൊടുത്താൽ മതേതരം. നേമത്ത് അവരുടെ സമുദായത്തിലുള്ളവർ അവരുടെ നേതാവിന് വോട്ട് കൊടുത്താൽ മതേതരം. പാലായിൽ അവരുടെ സമുദായം അവരുടെ നേതാവിന് വോട്ട് കൊടുത്താൽ മതേതരം. വയനാട്ടിലെ മുസ്ലിങ്ങൾ മറ്റൊരു സമുദായത്തിൽപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുത്താൽ അത് വർഗീയം. ഇത് എവിടുത്തെ ന്യായമാണോ? അവര് മുസ്ലിങ്ങൾക്കല്ലല്ലോ വോട്ട് ചെയ്തത്. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല ഞാനിത് പറയുന്നത്. ഈ വൃത്തികെട്ട മൂരാച്ചി കമ്മ്യൂണിസ്റ്റുകളുടെ ഈ വർഗീയത പറച്ചിൽ കൊണ്ട് പറയാണ്. എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് പറയല്ല. അതിനെങ്ങനെയാണ് നിങ്ങൾ കണക്കാക്കുന്നത്? വയനാട്ടിലുള്ളവർ വോട്ട് ചെയ്തത് രാഹുൽ ഗാന്ധിക്കാണ്, പ്രിയങ്ക ഗാന്ധിക്കാണ്. അവർ ഹിന്ദു സഹോദരന്മാരും സഹോദരിയുമാണ്. അവർക്ക് വോട്ട് ചെയ്ത മുസ്ലിം എങ്ങനെയാണോ വർഗീയവാദിയാവുക? ഇതെന്തു രാഷ്ട്രീയമാണ്? ഇവിടുത്തെ BJP പറയുന്ന ഏറ്റവും മ്ലേച്ഛമായ വർഗീയത നിങ്ങൾ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്?
ഒരു കാര്യം നിങ്ങൾ ഓർത്തു നോക്കൂ. ഈ സന്ദീപ് വാര്യർ ലീഗിലേക്ക് കോൺഗ്രസിലേക്ക് പോയി. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി. അദ്ദേഹം ഈ വെറുപ്പിന്റെ രാഷ്ട്രീയമൊക്കെ കളഞ്ഞ് ഞാനിതാ രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിന്റെ കടയിലേക്ക് വരികയാണ്, അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായത്. അപ്പൊ അദ്ദേഹം നോക്കുമ്പോ മലപ്പുറത്ത് അല്ലെങ്കിൽ മലബാറില് അങ്ങനെ ഒരു സ്നേഹത്തിന്റെ കട തുറന്നു വെച്ച് നോക്കുമ്പോ ഒറ്റയടിക്ക് കാണുന്നതാണ് പാണക്കാട് വീടാണ്. സന്ദീപ് വാര്യർ നേരെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാൻ പോയി. അവിടെ അല്ലടോ പോണ്ടത്, അവിടെ അല്ലേ സ്നേഹമുള്ളത്, അവിടെ അല്ലേ ഇഷ്ടമുള്ളത്, അവിടെ അല്ലേ ഒരു നന്മ ഉള്ളത്. CPM ആഫീസിൽ പോയാൽ കത്തിയും കോടാലിയും ചോരയല്ലാതെ വേറെ എന്താ അവിടെ ഉണ്ടാവുക? സ്വാഭാവികമായിട്ട് സ്നേഹത്തിന്റെ കട തിരയുന്നവൻ പോകേണ്ടത് പാണക്കാടല്ലേ, മലബാറിൽ പോയാൽ സ്വാഭാവികല്ലേ അത്. അവിടെ ചെന്നപ്പോ പിണറായി വിജയൻ ദേഷ്യം എന്താണ്, സന്ദീപ് വാര്യർ എങ്ങനെയാണ് കോൺഗ്രസിൽ പോവുക? പാണക്കാട് തങ്ങളെ കാണാൻ പോയത് എവിടുത്തെ ഏർപ്പാടാണ്? വിജയരാഘവൻ എന്ന് പറയുന്ന വർഗീയ രാഘവന് അത് ഇഷ്ടമില്ല. ഞാൻ ചോദിക്കട്ടെ എന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, OK വാസുവിനെ നിങ്ങൾക്കറിയും? എനിക്കറിയാം. ഞാൻ കണ്ണൂരിലെ MLA ആയിരിക്കുന്ന സമയത്ത് OK വാസു എന്ന് പറയുന്ന കലാപങ്ങളുടെയും കൊലപാതകങ്ങളുടെയും സൂത്രധാരനായ RSSകാരൻ, ഒരു ഭാഗത്ത് CPM സായുധമായി ആക്രമണം നടത്തുമ്പോൾ മറുഭാഗത്ത് CPM-നെതിരെ സായുധ ഒരുക്കങ്ങൾ നടത്തുന്ന RSSൽപ്പെട്ട അന്നത്തെ ശക്തനായ നേതാവ് OK വാസു RSS വിട്ടുവന്നത് CPM-ലല്ലേ? ഒരു വാക്ക് ഒരു ലീഗുകാരൻ, ഒരു കോൺഗ്രസുകാരൻ പ്രകടമായ ഫാഷിസത്തിൽ നിന്ന് ഒരാൾ പുറത്തു വരുമ്പോ അഭിനന്ദിക്കണ്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ? അഭിനന്ദിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കാൻ പാടുണ്ടോ? കളിയാക്കാൻ പാടുണ്ടോ? പരിഹസിക്കാൻ പാടുണ്ടോ? അവരെ ചീത്ത വിളിക്കാൻ പാടുണ്ടോ? അത് ശരിയായ ഒരു പ്രക്രിയ അല്ലല്ലോ. നിങ്ങള് സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ നിലപാടെടുത്തു വരുമ്പോ വാസുവിനെ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കണമെന്ന് ഞാൻ പറയണില്ല. പക്ഷെ അദ്ദേഹത്തെ പരിഹസിക്കുന്നതിന്റെയും കളിയാക്കുന്നതിന്റെയും അർത്ഥം എന്താണ്? അതിനെ വർഗീയവൽക്കരിക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്? ഇവിടെ ഈ അടുത്ത് മോഹനൻ, കേരളത്തിലെ മോഹനന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടതാണ്. ഏറ്റവും അപകടകരമായ വർഗീയത. മോഹനൻ എക്സർസൈസ് ചെയ്യുക മലബാറിലെ എക്സർസൈസ് മാത്രമല്ല, മലബാറിലെ ഹോസ്പിറ്റലൊക്കെ പോയാൽ, എല്ലാ ഹോസ്പിറ്റലും ഏത് ഹോട്ടലിൽ പോയാലും അവിടെ മുസ്ലിങ്ങളെ ജനസംഖ്യാനുപാതികമായി. പാലായിൽ പോയാൽ ക്രിസ്ത്യാനികളെ കാണൂലേ? മലബാറിൽ പോയാൽ മുസ്ലിങ്ങളെ കാണൂലേ? കോഴിക്കോട് അങ്ങാടിയിൽ പോയാൽ, മലപ്പുറത്ത് പോയാൽ, കണ്ണൂരിൽ പോയാൽ, കാസർഗോഡിൽ പോയാൽ അത് ജനസംഖ്യാനുപാതികമായി അവരല്ലേ കൂടുതൽ. അതുകൊണ്ട് ആശുപത്രിയിൽ അവർ കൂടുതലായതുകൊണ്ട് എന്താണ് അവിടെ മെഡിക്കൽ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്താൻ പറ്റുമോ? ഇവരെന്തോ കുഴപ്പമുണ്ടാക്കാണ്. ഹോട്ടലിൽ പോയാൽ ഹോട്ടൽ ജിഹാദ്, ഫുഡ് ജിഹാദ് എന്നൊക്കെയാണോ അതിനെ വിളിക്കേണ്ടത്? സ്വാഭാവികമല്ലേ? അവിടുത്തെ എക്സർസൈസില് അവിടെ നടത്തുന്ന ഒരു പബ്ലിക് എക്സർസൈസിൽ കുറച്ച് മുസ്ലിങ്ങൾ കൂടിയപ്പോ മോഹനം പറയാൻ അത് ഭീകരമായ എക്സർസൈസ് ആണ്, ഭീകരമായ വർഗീയവാദത്തിന്റെ ഭാഗമായിട്ടുള്ള കുഴപ്പാണ്. അത് മോഹനം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിന് അംഗീകരിക്കാൻ ശ്രീമതി ടീച്ചർ വന്നു. അത് കഴിഞ്ഞ് വിജയരാഘവൻ. ഞാൻ ഒരു കാര്യം ചോദിക്കും, പ്രതിഭ MLA, അതെ അവരിപ്പോഴും MLA. എനിക്ക് അവരോട് വേറെ ഒരു തരത്തിലും ആ പ്രശ്നത്തെ ഏറ്റെടുക്കാത്ത ഒരാളാണ് ഞാൻ. കാരണം എന്താണ്? പ്രതിഭയുടെ മകൻ ഒരു കേസിൽ പെട്ടു. ആ കേസിൽ എന്നെങ്ങനെ കളിയാക്കണ ഇഞ്ചി അല്ലട്ടോ, കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസ്. ആ കേസിൽ പെട്ടു. നമ്മൾ അവരൊരു MLA ആയതുകൊണ്ട് ആ അമ്മയെ കളിയാക്കാൻ പാടില്ല. കാരണം എന്താണ്? നിങ്ങൾക്കും എനിക്കൊക്കെ മക്കളുണ്ട്. പടച്ചോൻ അവരെ കാത്തു രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് നേരായ വഴി പറഞ്ഞു കൊടുക്കാം. പക്ഷെ അവര് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് അച്ഛന്റെയോ അമ്മയുടെയോ പ്രശ്നമാവുന്നത് എങ്ങനെയാണ്? അങ്ങനെ പറയുന്നത് ശരിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രശ്നം വന്നപ്പോൾ ഞങ്ങളൊന്നും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രതിഭ ചെയ്തത് എന്താണ്? ആ MLA ചെയ്തത് എന്താണ്? ഒരു പത്രത്തിലെ പ്രവർത്തകനെ ചൂണ്ടിക്കാട്ടി അയാൾ ഒരു മുസ്ലിമാണ്, അതുകൊണ്ട് ഹിന്ദുവായ എനിക്കെതിരെ അയാൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മനസ്സുണ്ടല്ലോ, ആ മനസ്സ് എവിടെ നിന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റ് MLA കിട്ടുന്നത്? പ്രതിഭ എന്ന് പറയുന്ന MLA എങ്ങനെയാ കിട്ടുന്നത്? ഇനി പ്രതിഭ ഒരു വൈകാരികതയുടെ പേരിലാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ ഈ പറയുന്ന നിമിഷം വരെ അത് തിരുത്താത്തത് എന്തേ CPM? എന്തേ മാറ്റി പറയാത്തത്? അങ്ങനെ പറഞ്ഞത്, പ്രതിഭ പറഞ്ഞത് ശരിയായില്ല എന്നെന്തേ പറയാത്തത്? ഇന്ന് വരെ കേരള രാഷ്ട്രീയത്തില് ഒരു ഗൗരവമുള്ള സ്റ്റേറ്റ്മെന്റ് പോയിട്ട് ഒരു വാക്കു പറയാതെ ഒതുങ്ങി നിൽക്കുന്ന പാലളി മുഹമ്മദ് കുട്ടി അയാളെ ഇറക്കി. എന്തിന്? മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ, അവര് പാക്കിചാരന്മാരാണെന്ന് പറയാൻ. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയട്ടെ, ഇതൊരു യാദൃശ്ചികതയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് യാദൃശ്ചികതയല്ല. നിങ്ങളും ഞാനും പറഞ്ഞിട്ടില്ലെങ്കിലും ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. അതെന്തെന്നാൽ അതിശീഘ്രം വർഗീയപരമായി നമുക്കിടയിൽ മതിലുകൾ കെട്ടാൻ, ചേരികൾ തിരിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നുണ്ട്.
അതിൽ ഇസ്രയേൽ അടക്കമുള്ളവരുടെ ചാരപ്പണികളുണ്ട്. അതിനേറ്റവും ഫലമായി നിൽക്കുന്നത് RSS ആണ്, ഖാസയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കാൻ ആസൂത്രിതമായ ഫാഷിസ്റ്റ് പരിശ്രമമുണ്ട്. ഇത് ചെറിയ വിഷയമല്ല. നിങ്ങൾ ഫേസ്ബുക്ക് എടുത്തു നോക്ക്, വാട്സ്ആപ്പ് എടുത്തു നോക്ക്, ട്വിറ്റർ എടുത്തു നോക്ക്, നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പരിശോധിക്ക്. ആസൂത്രിതമായി രണ്ട് സമുദായങ്ങളെ തമ്മിൽ തല്ലിക്കാൻ. എന്തുകൊണ്ടെന്നാൽ കേരളം ഒരു മൈനോറിറ്റി സ്റ്റേറ്റ് ആണ്, മൈനോറിറ്റി മെജോറിറ്റിയായ സ്റ്റേറ്റ് ആണ്. ഈ സ്റ്റേറ്റിൽ അധികാരത്തിലേക്ക് വരുന്നിടത്ത് വലിയ നിർണായകമായ പങ്ക് ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും നിർവഹിച്ചിട്ടുണ്ട്. അവരെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ അവരെ തമ്മിൽ തല്ലിക്കണമെന്ന് പറയുന്ന വിഷം നിറഞ്ഞ ആസൂത്രണം ഇവിടുത്തെ ഫാഷിസ്റ്റുകൾ ഒരുക്കുമ്പോൾ അതിലേക്ക് എണ്ണയൊഴിച്ചു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, നിങ്ങളും മെനക്കെടുന്നു എന്നതാണ് ഇവിടെ ഉണ്ടാവുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം. ഈ ഫാഷിസ്റ്റ് രീതിയെ, ഈ അപകടകരമായ ഫാഷിസ്റ്റ് പരിശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക, അത് നമ്മളുടെ മുഴുവൻ ആളുകളുടെയും ആവശ്യമാണ്. ഇതൊരു നിസ്സാരമായി പെട്ടെന്ന് വന്ന ഒന്നല്ല. ഞാൻ പറയട്ടെ, ജാതീയ സമൂഹങ്ങളെ, മതസമൂഹങ്ങളെ വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രം CPM എപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷെ അത് വോട്ടു രാഷ്ട്രീയത്തിന്റെ മാത്രം പ്രശ്നമായിരുന്നു. അത് EMS മുതൽ, അത് VS അച്യുതാനന്ദൻ മുതൽ എല്ലാവരും കാലാകാലങ്ങളായിട്ട് മുസ്ലിങ്ങളെ വേണ്ടപ്പോൾ മുസ്ലിങ്ങളെ എടുക്കും, ക്രിസ്ത്യാനികളെ വേണ്ടപ്പോൾ ക്രിസ്ത്യാനികളെ എടുക്കും, ഈഴവനെ വേണ്ടപ്പോൾ നായരെ വേണ്ടപ്പോൾ അവരെയൊക്കെ ജാതിയായി വേർതിരിച്ച്, മതമായി വേർതിരിച്ച് അവരെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആസൂത്രണം CPM അതിന്റെ ജന്മകാലം മുതൽ എടുക്കാറുണ്ട്. അതിലെ ഏറ്റവും വലിയ വില്ലൻ ആരെന്ന് ചോദിച്ചാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം വലിയ സംഭവമാണ്, വലിയ എന്ന ആളാണ് എന്നൊക്കെ പറയും. എന്നാൽ കേരളത്തില് ഇതുപോലെ ജാതീയത ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മനുഷ്യനുണ്ടാവില്ല EMSനെ പോലെ. അയാളുടെ മനസ്സിലെ സവർണ രാഷ്ട്രീയത്തെ കൃത്യമായി ഉപയോഗിച്ച ഒരാളാണ്. ഇവിടുത്തെ സ്ത്രീ വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവന്നതിൽ അദ്ദേഹത്തിന്റെ സവർണ രാഷ്ട്രീയത്തിന് പങ്കുണ്ട്. ഇവിടുത്തെ ഈഴവ പിന്നോക്ക സമൂഹങ്ങളെ വെറും തൂണുകളാക്കിയിട്ട് രാഷ്ട്രീയത്തിന്റെ ചട്ടുകങ്ങളായി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചയാൾ EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. പക്ഷെ EMSന് കിട്ടാതെ പോയ ഒരു സമുദായം ഇവിടുത്തെ സാമുദായിക ബോധമുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെയാണ്. അവിടെയാണ് CD സാഹിബും CH മുഹമ്മദ് കോയ സാഹിബും ബാഫക്ക് തങ്ങളും പൂക്കോയ തങ്ങളും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വപ്നങ്ങളെ ഇവിടെ തകർത്തു കളഞ്ഞ സാമുദായിക മുന്നേറ്റം ഉണ്ടാക്കിയത്. ഇല്ലായിരുന്നുവെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്ന കേരളത്തിൽ പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങളെ പോലെ നമ്മുടെ മുസ്ലിം സമൂഹവും തകർന്നു പോകുമായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ സ്വപ്നങ്ങളെ നടപ്പിലാക്കാൻ കേരളത്തിലെ പ്രബുദ്ധമായ സാമുദായിക രാഷ്ട്രീയം ഇടം കൊടുത്തില്ല. അത് വേറെ വലിയൊരു സബ്ജക്റ്റാണ്, പറയേണ്ടുന്ന വിശാലമായ ഒരു വിഷയമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും പ്രയോഗിക്കാറുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ അതിന് ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്ക് പോകാതെ സദ്ദാമിനെ എടുക്കുക, സദ്ദാമിന്റെ പേര് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിക്കുക, ഇങ്ങനെയൊക്കെ ചെറിയ സെന്റിമെന്റൽ പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഇടതുപക്ഷം കാണിക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ മാറുന്നത് എപ്പോൾ മുതലാണെന്ന് ഞാൻ ഈ പറയുന്നത്, KM ഷാജി എന്ന നിങ്ങളുടെ ഒരു വിരുദ്ധ രാഷ്ട്രീയക്കാരൻ എന്ന പടലം മാറ്റിവെച്ച് നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. 2016 പിണറായി സർക്കാർ ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ പിണറായി, നമുക്കറിയാം, അദ്ദേഹത്തിന് ഒരുപാട് ഇമേജ് ഇഷ്യൂസുകളുണ്ട്. VS അച്യുതാനന്ദനെ പോലെ ഒരു തലമുതിർന്ന അഴിമതി വിരുദ്ധനായ സ്വന്തം മകന്റെ പേരിൽ അന്വേഷണം വേണമെന്ന് CBIക്ക് 10 പേജുള്ള കത്തെഴുതിയ, എത്ര വലിയ മുസ്ലിം വിരുദ്ധത പറഞ്ഞാലും അഴിമതിക്കാരനെന്ന് ഇപ്പോഴും പറയാൻ നമുക്ക് നാവുറക്കാത്ത ആ VSനെ തള്ളി താഴെയിട്ടാണ് പിണറായി വിജയൻ അധികാരം പിടിക്കുന്നത്. അതുകൊണ്ട് അധികാരം പിടിക്കുമ്പോൾ പിണറായി വിജയന് ഒരു ഇമേജ് കോൺഷ്യസ് ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൽദോസും ഞാനും ഒക്കെ അന്ന് നിയമസഭയിലുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, പിണറായി വിജയൻ ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ സമീപനങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ. NRCയുടെ വിഷയം വന്നപ്പോ, മുസ്ലിം ഇഷ്യൂസുകളെ ഫാഷിസ്റ്റുകൾ അപകടകരമായി ചിത്രീകരിക്കാൻ വന്നപ്പോഴൊക്കെ പൊരുതുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ലക്ഷണം പിണറായി വിജയനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ മാംഗ്ലൂർ പ്രസംഗമുണ്ട്, മംഗലാപുരം പ്രസംഗം. നമ്മളൊക്കെ ട്രോളുമാകുമെങ്കിലും ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തടുക്കാൻ RSS ശ്രമം നടത്തി എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നത്, നിങ്ങൾ എന്നെ പേടിപ്പിക്കണ്ട, ഞാൻ ഊരി പിടിച്ച BJP-ക്കാരന്റെ കൊടുവാളുകൾക്ക് മുമ്പിലൂടെ നടന്നുപോയവനാണ്. ഇതൊരു ചെറിയ വാക്കൊന്നുമല്ല. ഞങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ നിങ്ങൾ എതിർക്കുന്നുണ്ടാവാം, പക്ഷേ നിങ്ങൾ പറഞ്ഞ വീരോചിതമായ വർത്തമാനമായിട്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്.
പക്ഷെ അതിനുശേഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, PT തോമസ് 2019 ഒരിക്കല് എന്റെ റൂമിലേക്ക് രാവിലെ എന്നോട് പറഞ്ഞു, ഷാജി ഇങ്ങോട്ട് വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാനത് ഇറങ്ങാൻ ഇത്തിരി വൈകുന്നു പറഞ്ഞപ്പോ ഞാൻ കുളിച്ച് റെഡിയായി വരുമ്പോ PT തോമസ് എന്റെ റൂമിലുണ്ട്. ഞാൻ PT തോമസിനോട് ചോദിച്ചു, അദ്ദേഹം എന്നോട് പറഞ്ഞു 2-3 പേര് കൂടെയുണ്ട്. എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒഫീഷ്യലുകളാണ്, ഇവർക്ക് ചില കാര്യങ്ങൾ പറയാൻ. അന്ന് എന്നോട് പറഞ്ഞ ഒരു സുപ്രധാനമായ കാര്യം, അന്ന് കരിമണൽ കർത്തയുടെ ഓഫീസ് റെയ്ഡ് നടത്തി ED 2018. അവർക്ക് കിട്ടിയ ഏറ്റവും സുപ്രധാനമായ ഒരു തെളിവെന്തെന്ന് ചോദിച്ചാൽ 130 കോടി രൂപയോളം കർത്തയുടെ ഓഫീസിൽ നിന്ന് വിവിധ രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പണം പോയത് PV എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ കെയർ ഓഫില് ബാംഗ്ലൂരിലുള്ള എക്സാലോജിക്കിന്റെ ഓഫീസിലേക്കാണ്. 1-2 സംഖ്യ അല്ല, രണ്ടാമത് ഇയാളുടെ ഓഫീസിൽ നിന്ന് പണം പോയത് ഊരാലിങ്കൽ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ആയി വളർന്നു വന്നിരിക്കുന്ന ഒരു സൊസൈറ്റിയിലേക്കാണ് വടകരയിൽ. ഈ 2 കാരണങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമുക്ക് വ്യക്തമായി. അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തിയിട്ട് 2020 നിയമസഭയിൽ ഞാൻ നിയമസഭയിൽ ആദ്യമായി മുഖ്യമന്ത്രിയുടെ മകള് ആരോപണ വിധേയമായ പ്രസംഗം നടത്തിയത് അന്ന് നിയമസഭയിൽ ഞാനായിരുന്നു. അത് ഏറ്റെടുത്താണ് ഞാനും PT-യുമാണത് ഒരു ധാരണയിൽ പ്രസംഗിക്കുന്നത്. അന്നത്തെ പ്രസംഗം എനിക്കായപ്പോ ഞാൻ പറയുമെന്നും പിറ്റേന്നതിനെ PT എൻഡോസ് ചെയ്യുമെന്നും തീരുമാനിച്ചു. അന്ന് നിയമസഭയിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി ഒരു MLA-യുടെ പ്രിവിലേജ് വെച്ച് ഞാൻ പറഞ്ഞു, അങ്ങയുടെ മകളുടെ ഓഫീസിലേക്ക് ഈ കോടികൾ ഒഴുകിയത് എന്തിനെന്ന് പറയണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2018 ഈ ED-യുടെ റെയ്ഡിൽ നിന്നാണ് കഥകൾ മാറി തുടങ്ങുന്നത്. രണ്ടാമത് മറ്റൊരു കാര്യമുണ്ട്. 2019 വിധി പറയുമായിരുന്ന ലവ്ലിൻ കേസും ഒരു ഘടകമായി. ഈ ലവ്ലിൻ കേസിനെ മാറ്റിവെച്ചു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ കർത്തയുടെ ഓഫീസിൽ നടന്ന റെയ്ഡിനോട് അനുബന്ധമായ പ്രശ്നങ്ങളിൽ മാറ്റിവെച്ചു. സ്വർണ്ണക്കടത്തിലെ 164 മൊഴിയടക്കമുള്ള പ്രബലമായ കേസിനെ അതിന്റെ ഭാഗമായിട്ട് അട്ടിമറിക്കപ്പെട്ടു. വളരെ കൃത്യമായി നടപടികൾ മാറി തുടങ്ങുന്നു. പിണറായി വിജയൻ പതുക്കെ പുറത്ത് അല്ലാത്ത വിധം സംഘീയ പരിണാമത്തിലേക്ക് വരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അദ്ദേഹത്തിന്റെ സംഘത്തെ മുഴുവൻ ചേർത്ത് നിർത്തി ഒരു അഴിമതിയുടെ ഒരു കൂടാരത്തെയും അല്ലെങ്കിൽ ഈ ഫാക്ഷിസത്തെ അവരെ മുഴുവൻ ഒരുമിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നു. എനിക്കറിയാം, ഭരണകൂടം വേട്ടയാടിയാൽ അതൊരു ചെറിയ വേട്ടയാടലല്ല. ആ ഭരണകൂടത്തിന്റെ വേട്ടയാടലിന് വിധേയാളാൻ ഞാൻ കൂടം കൊണ്ടാണ് തലക്ക് പിറകിൽ അടിക്കുക. എന്നാൽ ഒരു തവണ നിങ്ങൾ തല കുടിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല. കേരളത്തിലെ CPM എന്നെ ഒരുപാട് അടിച്ചിട്ടുണ്ട്, ഞാൻ തല താഴ്ത്തിയിട്ടില്ല. പക്ഷെ പിണറായി വിജയ കൂടമൊന്നും വേണ്ട, ഒരു ചെറിയ വടി കൊണ്ട് നരേന്ദ്രമോദി പിണറായി വിജയന്റെ തലക്കടിച്ചപ്പോ കുനിഞ്ഞുപോയ തലയാണ് ഫാഷിസത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് പിന്നെ അത് ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ തുടങ്ങിയ കോംപ്രമൈസുകളാണ് ഞാൻ വിശദീകരിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് എന്ന് പറയുന്നത് കേരളത്തിൽ RSSന്റെ അജണ്ട നടപ്പിലാക്കി തുടങ്ങുന്നത് ഈ റെയ്ഡിന് ശേഷമാണ്. അതിനുശേഷമാണ് എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസ് ഉണ്ടാവുന്നത്. എന്തിന്? ആ കേസ് എവിടെയാ? NIA കോടതിയിൽ കേസുണ്ട്, പോയി അന്വേഷിക്ക്. ഇതാ ഇവിടെ ബഹുമാന്യനായ ജില്ലാ സെക്രട്ടറി ഗഫൂർ അടക്കമുള്ളവർ വക്കീലമാരല്ലേ, അവര് പോയി അന്വേഷിക്ക്. അവർക്കറിയാം, അന്വേഷിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ആ കേസിൽ അതിന്റെ പ്രതിയെ വിട്ടുകളഞ്ഞു. പക്ഷെ 3 പേര് കൊല്ലപ്പെട്ടു. ആ ട്രെയിൻ തീവപ്പ് എന്തിനായിരുന്നറിയോ? കർണാടകയിലെ കോൺഗ്രസ് ജയിച്ചു വരുന്ന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ആസൂത്രിതമായി ഇന്നത്തെ DGP ആയി ശുപാർശ ചെയ്യപ്പെട്ട അജിത്ത് എന്ന് പറയുന്ന RSS ചാരൻ പിണറായിക്ക് വേണ്ടി നടത്തിയ നാടകമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എലത്തൂർ ട്രെയിൻ എന്ന് പറയുന്നത്. തൃശ്ശൂർ പൂരം എന്താണ്? ആ പൂരം കലക്കൽ എന്താണ്? അവിടെ സുരേഷ് ഗോപി ജയിക്കുന്നത് എന്താണ്? ഈ നാടകം ആരുടേതാണ്? ഭരണകൂടത്തിൻ്റെതല്ലെങ്കിൽ പിന്നെ ആരുടേതാണ്? തീർച്ചയായും അവരുടേത്. കരുവന്നൂർ ബാങ്ക്, ആ കരുവന്നൂർ ബാങ്കിലേക്ക് സുരേഷ് ഗോപി നടത്തുന്ന ഒരു ജാഥങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നൊരയും പിണ്ടിയൊക്കെ വന്നിട്ട് എന്തായിരുന്നു ഗീർവാണം? കരുവന്നൂർ ബാങ്ക് അപ്പടി തിന്നാളി എന്നുള്ള നിലക്കാ പോയത്. ആ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയല്ലേ? അപ്പൊ കേന്ദ്രമന്ത്രിയല്ലേ? എവിടെ നിങ്ങളുടെ ഈ കരുവന്നൂർ ബാങ്ക്? കോംപ്രമൈസ് ആയി നിങ്ങൾ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ഭാഗമായി കൊടകര ഹവാല കേസ്, കേരളം കണ്ട ഏറ്റവും വലിയ ഹവാല,
പിണറായി വിജയൻ പറയണില്ലേ, മലപ്പുറത്തുനിന്ന് പിടിച്ചാൽ മാത്രം ഹവാലാവൂല പിണറായി വിജയ, കോട്ടക്കരയും ഹവാലയാണ്. ആ ഹവാലയെ ഒതുക്കി തീർത്തത് കേരളത്തിലെ BJP CPM സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ്. ലാവ്ലിൻ കേസ് അവിടെയും തീരുന്നില്ല. ലോകനാഥ് ബെഹ്റയെ കൊച്ചി മെട്രോയുടെ തലപ്പത്ത് റിട്ടയർ ചെയ്തു പോയിട്ടും തിരിച്ചു കൊണ്ടുവന്ന് നിർത്തിയത്, മെട്രോയുടെ അധിപനാക്കി നിർത്തിയത് രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന സിറാജുന്നസ വെടിവെപ്പിന്റെ സൂത്രധാരകനായ RSSകാരനെ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേശകനായി നിർത്തിയത്. മലപ്പുറത്ത് കൊണ്ടുവന്ന് സുജിത്ത് എന്ന് പറയുന്ന കാട്ടുകള്ളനായ RSSകാരനെ SP ആക്കിയത്. അജിത്തിനെ ഇപ്പോഴും DGP ആക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുന്നത്. ഇതൊക്കെയും ഞാൻ പറയട്ടെ, നിങ്ങൾ ചെയ്തു വച്ച ഈ പറയുന്ന കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. തീരുന്നില്ല. ഹരിയാന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഡൽഹിയിൽ പോയി പിണറായി വിജയൻ ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുത്തത് ഇത് ചെറിയ കാര്യമല്ല. കർണാടക തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എലത്തൂരിലേക്ക് ട്രെയിൻ ദീപപ്പുണ്ടാക്കിയതുപോലെ ഹരിയാന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി മാത്രം പിണറായി വിജയൻ ഹിന്ദുവിന് കൊടുത്ത, കേരളത്തിലെ മുസ്ലിങ്ങളെയും കേരളീയ സമൂഹത്തെയും അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ടാക്കിയത് ഞാൻ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ്. തീരുന്നില്ല. പാലക്കാട് ജയിച്ചു വരുമ്പോൾ, UDF ജയിച്ചു വരുമ്പോൾ നിങ്ങൾ വെറുതെ വായിച്ചു നോക്കൂ. BJPയുടെയും CPMന്റെയും തെരഞ്ഞെടുപ്പ് അവകാശവാദം വായിച്ചാൽ രണ്ടും എന്തേ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയാണ് പാലക്കാട് ജയിപ്പിച്ചത്. 2000 വോട്ട് തികച്ചെടുക്കാനില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയാണ് പാലക്കാട്ടെ ജയത്തിന്റെ പിറകിലെന്ന് ഒരുപോലെ പറയുന്നത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ആക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ SDP ആക്ഷേപിക്കാൻ ഇവർ അല്ലെങ്കിൽ കൂട്ടിക്കെട്ടുന്നത് ആ പാലക്കാട്ടിലാണ്. അതും ഒരേപോലെ. ഈ സമയം ഞാൻ ചോദിക്കുന്നത്, ഈ സമയം ഏതാണ് എന്റെ പ്രിയപ്പെട്ട CPMകാർ? നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണില്ലേ, ഈ ആക്ഷേപങ്ങൾ? സമയം ഏതാണെന്നറിയുന്നത്, ഇന്ത്യയുടെ സകലമാന പള്ളികളുടെയും അടിയിൽ അവിടെ ക്ഷേത്രങ്ങൾ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നും അവിടെ ബിംബങ്ങൾ കുടിച്ചു വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് പ്രാദേശിക കോടതിയിൽ പോകുക, അനുമതി വാങ്ങുക, സർവേ നടക്കുക, കലാപമുണ്ടാക്കുക. മുസ്ലിങ്ങൾ ഇരകളാക്കി ഇന്ത്യയുടെ തെരുവുകളിൽ നിൽക്കുന്ന സമയത്ത്, ഇന്ത്യയുടെ തെരുവുകളിൽ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ബുൾഡോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്റ്റേറ്റ് മുഴുവൻ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരെ ഭീകരമായി കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ജുഡീഷ്യറി പോലും പലപ്പോഴും ഈ മൈനോറിറ്റിയുടെ രക്ഷയ്ക്ക് വരാതെ കണ്ണടക്കുന്ന ഒരു കാലത്ത്, പോലീസിലും പട്ടാളത്തിലും ചരിത്രത്തിലെ ഏറ്റവും വലിയ RSS വൽക്കരണം നടക്കുന്ന ഒരു കാലത്ത്, ഇന്ത്യയുടെ പാർലമെന്റിലും നിയമസഭകളിലും MLAമാരും MP മാരും ന്യൂനപക്ഷ വിരുദ്ധമായി, മുസ്ലിം വിരുദ്ധമായി പ്രസംഗിക്കുന്ന ഒരു കാലത്ത്, പ്രതിഷേധം എന്നതിന് എന്ന് പറയുമ്പോഴേക്കും UAPയെ ചുമത്തിയിട്ട് നിരപരാധികളായ മുസ്ലിങ്ങളെ ജയിലിന്റെ ഇരുട്ടറയിലേക്ക് തള്ളുന്ന ഈ കാലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ കാലത്താണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കും എന്ന് സ്വപ്നം കണ്ട് മോഹനൻ ഞെട്ടി ഉണരുന്നത്. മോഹനൻ പറയാണ്, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിച്ചാൽ നമ്മളെ പോലത്തെ ഹിന്ദുക്കളുടെ സ്ഥിതി എന്താണ്? ഏത് ജമാഅത്ത്? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഓൽക്ക് കേരളത്തിൽ 3000 മെമ്പർഷിപ്പ് ഉള്ളതെന്നാണ്. 3000 മെമ്പർഷിപ്പാ കേരളത്തിലുള്ളത്. ഈ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കുന്നു, എന്നിട്ട് മുസ്ലിങ്ങളായ ഹിന്ദുക്കളായ എല്ലാരെയും ശരിയാക്കുന്നു സ്വപ്നം കണ്ട് മോഹനൻ എന്ന് പറയുന്ന CPMന്റെ ജില്ലാ സെക്രട്ടറി ഞെട്ടി ഉണരുക. പണ്ടൊരു നമ്പൂരി പുഴയുടെ അക്കരെ നിന്ന് ഒരു നായ കുരച്ചപ്പോ, തൊടലിൽ കെട്ടിയ നായയാണ്, കുരച്ചപ്പോ നമ്പൂരി ഞെട്ടി. അപ്പൊ ഒരാൾ ചോദിച്ചു, നിങ്ങളതിന് അപ്പുറത്ത് പോയിന്റ് അപ്പുറത്തുള്ള നായ കുരക്കണേൽ ഇവിടുന്ന് ഞെട്ടല? നമ്പൂരി പറഞ്ഞു, നിനക്കത് പറയാം. ആ നായയുടെ തൊടലഴിഞ്ഞ് പുഴയിലെ വെള്ളം പറ്റി ആ നായ ഇവിടെ വന്നിട്ട് ഇന്നെ കടിച്ചഞ്ഞ് ചോദിക്കാറുണ്ടാവുമോ എന്നാണ്. എടോ, അതിനൊക്കെ പിന്നെ ഒരു കാലല്ലേ? ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാണോ നിങ്ങൾ പേടിപ്പിക്കുന്നത്? നിങ്ങൾ ഈ പറയുന്നതിന്റെ ഈ വിഷത്തിന്റെ ഊക്ക് എന്താണ്? നിങ്ങളൊന്ന് പറയൂ. അതിന്റെ ഊക്ക് എത്ര ഭീകരമാണ്, എത്ര വലുതാണ്, അതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്ര അപകടകരം. ഇങ്ങനെ ഇസ്ലാമോഫോബിക് ആയിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? CPMകാരോട് ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഇത്രയേറെ ഇസ്ലാമോഫോബിക് ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നത്? ഇവിടെ ഈ മോഹനനായാലും, അതല്ലെങ്കിൽ ഈ വിജയനായാലും, അതല്ലെങ്കിൽ പ്രതിഭയായാലും, ഇവരെ വിജയരാഘവനായാലും എല്ലാവരും പാലൊളിയും, എല്ലാവരും പറയുന്നത് ഇതാണ്. ഈ അപകടം പിടിച്ച കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പൊ ഞാനും ഷിബുവും അഴിയൂരിലാണ് ഉണ്ടായിരുന്നത്. അഴിയൂരിൽ
എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ ഒരു പഞ്ചായത്ത്. SDPIയുടെ സഹായത്തോടെ UDF അട്ടിമറിക്കാൻ 2 പഞ്ചായത്ത് വാർഡിൽ നമ്മൾ സംസാരിച്ചത് SDPI ജയിച്ച വാർഡിലാണ്. അവിടെ നിന്നാണ്. എത്ര സ്ഥലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി SDPI ആയിട്ട് നിങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട്, ഒരുമിച്ച് നിന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര ഇടങ്ങളിൽ ഒരേപോലെ. എന്നിട്ട് പറയാണ്, മലപ്പുറത്ത് വന്നിട്ട് പിണറായി വിജയൻ പറയാണ്, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സാദിഖ് അലി തങ്ങളുടെ ബന്ധത്തെ പരിശോധിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ബഹുമാന്യനായ സഖാവ് പിണറായി വിജയൻ, നിങ്ങൾക്ക് മുസ്ലിം ലീഗിന് നിങ്ങൾക്കും സാദിഖ് അലി തങ്ങൾക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്തായാലും ആവശ്യമില്ല. പ്രത്യേകിച്ച് താങ്കളെ പോലെ ഒരു അർദ്ധസംഖ്യയുടെ സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പുല്ലിന്റെ വില മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളെക്കാൾ വലിയ സംഖ്യ വേറെ ഏതാണുള്ളത്? നിങ്ങളെക്കാൾ വലിയ. ഞാൻ നാളെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളിപ്പോ ചില നമ്മുടെ നാട്ടിൽ ഹിന്ദി ഒന്നും അറിയാത്ത ആളുകൾ എന്താണ് മോഹൻ ഭഗവത് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ബേജാറായിട്ടില്ലേ? എന്താ ഇയാള് പറയണത്? മോദി പറയുമ്പോ, അമിത്ഷാ പറയുമ്പോ ഒന്നും വേണ്ട, TV ഓഫ് ആക്കുക, മലയാള ചാനൽ ഇടുക, പിണറായി വിജയൻ പറയും നോക്കിയാൽ മതി. ഇതിന്റെ സ്നേഹ മലയാളമാണ് മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യാസമില്ല. ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതന്നെയാണ് വിജയരാഘവൻ പറയുന്നത്, ഇതന്നെയാണ് മോഹനം പറയുന്നത്, ഇതന്നെയാണ് പ്രതിഭ പറയുന്നത്, ഇത് തന്നെയാണ് പാലൊളി എന്ന് പറയുന്ന ഈ വയോധികനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ പുതിയ ആള് വരികയാണ്. പുതിയ തെരഞ്ഞെടുപ്പ് ആയി സമയമായി. ഞാൻ പറയുന്നത്, നിങ്ങൾ പുറത്തുനിന്ന് ആളെ നോക്കണ്ട, പിണറായിവിനോട് നോമിനേഷൻ കൊടുക്കാൻ പറയും. സുന്ദരമായിട്ട് BJPക്കാർ പ്രസിഡന്റ് ആയിക്കോളൂ. അല്ലെങ്കിലും സുരേന്ദ്രന്റെ പണിയല്ലേ പിണറായി വിജയ നിങ്ങൾ പിടിച്ചോണ്ടിരിക്കുന്നത്? വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ എന്താണ് നടപ്പിലാക്കുന്നത് എന്ന് ബേജാറാവണ്ട. പിണറായി വിജയൻ കേരളത്തിൽ എന്താണ് നടപ്പിലാക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓണംവിളി ഉസ്താദും ഞാനും ഒക്കെ നിലമ്പൂരിൽ ഒരു മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. സന്ദീപ് വാര്യർ അന്ന് അവിടെ അതിഥിയായിട്ട് ആ പരിപാടിക്കുണ്ടായിരുന്നു. നാർഹുദയുടെ പരിപാടിയായിരുന്നു. അപ്പൊ ഞാൻ അന്ന് ഇതിനൊക്കെ ശേഷം സന്ദീപ് വാര്യർ എപ്പോഴാണ് കാണുന്നത്. ഞാൻ ചോദിച്ചു സന്ദീപ് വാര്യരോട്, അല്ല നിങ്ങളതേ പിന്നെ CPM പോകുന്നു എന്നൊക്കെ കേട്ടല്ലോ. അപ്പൊ സന്ദീപ് വാര്യനോട് പറഞ്ഞു, അതെങ്ങനെ നടക്കും ഷാജി? ഒരു ചേഞ്ച് വേണ്ടി. വരുന്ന BJP ന്നാണ്, പിന്നെ CPM പോയിട്ട് ഒരു ചേഞ്ച് ഫീൽ ചെയ്യേണ്ടതാണ്. എന്ത് ചേഞ്ച് ഫീൽ ചെയ്യാൻ? അതേ കത്തി, അതേ ചോര, അതേ വെറുപ്പ്, അതേ വിദ്വേഷം, അതേ മനുഷ്യത്വരാഹിത്യം, ഇതല്ലേ ഇവിടെയുള്ളത്? പിന്നെ എന്തിനാണ് ഞാൻ വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നതാണ്, CPM പോകുന്നത് എന്നാണ് സന്ദീപ് വാര്യർ ചോദിക്കുന്നത്. ഒറ്റക്കാര്യം ഞാൻ CPM-കാരോട് പറയട്ടെ, സഖാക്കൾ ആത്മാർത്ഥതയോടെയാണ് ഇടതുപക്ഷം നിൽക്കുന്നതെങ്കിൽ ഈ കളി നിങ്ങൾക്ക് ഗുണമല്ല. നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ഇത് അപകടമാണ്. CPM-കാരാ, വയനാട്ടിൽ നിങ്ങൾ പറഞ്ഞല്ലോ രാഹുലിന് പ്രിയങ്കയ്ക്ക് വോട്ട് കൊടുത്തവർ മുസ്ലിം തീവ്രവാദികളാണ്. കിടക്കട്ടെ, എന്നാൽ നിങ്ങൾ പറയാത്ത ഒരു കണക്ക് ഞാൻ നിങ്ങളോട് പറയാം. വയനാട്ടിലെ 175 ബൂത്തില്, വയനാട് പാർലമെന്റ് മണ്ഡലത്തിലല്ല, വയനാട്ടിലെ 175 ബൂത്തില് കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിയുടെ തൊട്ട് താഴെ BJP-യാണ്. CPM മൂന്നാമതാണ്. വയനാട്ടിലെ സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, BJP-യുടെ. പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ സ്റ്റേജ് ചോദിച്ചാൽ BJP-യുടെ സ്ഥാനാർത്ഥിയെ പറയാൻ കഴിയില്ല. കാരണം കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു കൗൺസിലറെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP നിർത്തിയത്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരാന്നറിയ? സത്യൻ മൊകേരി. ഒരുപക്ഷെ CPI-യുടെ ഏറ്റവും തലമുതിർന്ന ബിനോയ് വിശ്വത്തോട് ചേർന്ന് നിൽക്കാൻ കെൽപ്പുള്ള ഒരു പ്രതിഭാധനനായ, എനിക്കേറെ ഇഷ്ടമുള്ള ഒരു സുഹൃത്തും ഒരു സഹോദരനുമായിട്ടുള്ള ഒരാളാണ് അവിടെ മത്സരിച്ചത് ഇടതുപക്ഷത്തിന്റെ. ആ മനുഷ്യൻ മത്സരിച്ചിട്ട് അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാതെ BJP-യുടെ അപ്രസക്തയായ സ്ഥാനാർത്ഥിക്ക് 175 ബൂത്തിൽ ആളുകൾ വോട്ട് ചെയ്തെങ്കിൽ CPM-കാരാ എങ്ങനെയാണ് ചുവന്ന ഗ്രാമങ്ങൾ പതുക്കെ ഒറ്റയടിക്ക് കാവിയാകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒറിജിനൽ BJP ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് BJP എന്തിനാണ് ആളുകൾക്ക്? എന്താ കാര്യം? ഒറിജിനൽ BJP ഉള്ളപ്പോ ആളുകൾ നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് BJP-യിലേക്ക് പോവില്ല. കണ്ണൂരിൽ നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങൾ കാവി ഗ്രാമങ്ങളായി മാറുന്നത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്നാണ്. മറിച്ച് മനുഷ്യത്വരഹിതമായ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ അടുത്ത് കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ മൃഗീയമായ ഒരു രാഷ്ട്രീയ സംഭവത്തെ പ്രത്യക്ഷത്തിൽ തന്നെ ന്യായീകരിക്കുക, അതിലെ കൊലയാളികൾക്ക് പരസ്യമായ പാർട്ടി പിന്തുണ കൊടുക്കുക. നിങ്ങൾ പിന്നെയും നാശമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു രാഷ്ട്രീയ പാർട്ടി ഉത്തരേന്ത്യയിൽ കാണുന്ന കൊലയാളി രാഷ്ട്രീയത്തിന് സമാനമായി ഈ പ്രബുദ്ധ കേരളത്തിൽ മാറുകയാണ്. P. ജയരാജൻ പോയിട്ട് പ്രതികളെ കണ്ടു അത്രേ ജയിലില്. എന്നിട്ട് അവർക്ക് അയാൾ പറയാണ് വലിയ അഭിമാനത്തിൽ, ജയില് വായിക്കാനുള്ള ഇടമാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ 5 പുസ്തകങ്ങൾ അവർക്ക് കൊടുത്തു. ഇതിനേക്കാളും വലിയ ശിക്ഷ നിങ്ങൾക്ക് വേണ്ടിയിരുന്നില്ല. വേറെ നിങ്ങളെ പുസ്തകം വായിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ജയരാജ
അങ്ങനെ ഒരു ദ്രോഹമാണ്. അല്ലെങ്കിൽ തന്നെ ഒരു പ്രതികളായിട്ട് ജയിലിൽ കിടക്കുക, ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കണോ? അദ്ദേഹം പറയാണ് ജയില് ധീരന്മാർക്കുള്ളതാണ്. ആര്? പി ജയരാജന് ഷുക്കൂർ കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയതിനു ശേഷം 1.5 മാസം ആംബുലൻസിൽ കടന്നിട്ട് മുള്ളുകയും അപ്പിടുകയും ചെയ്ത ഈ നേതാവാണ് പറയുന്നത് ജയിൽ ആർക്കുള്ള, ധീരന്മാർക്കുള്ള. പുറത്തിറങ്ങിയിട്ടില്ല, പോലീസ് പിടിക്കുന്ന വരുന്നിട്ട് ആംബുലൻസ് തന്നെയാണ്. ഏതെങ്കിലും ഒരു പോലീസിന്റെ വണ്ടി പരിസരത്ത് കൂടെ പോയാൽ അപ്പൊ തന്നെ എന്താണ് ജഗതി പറഞ്ഞിട്ടുള്ള ഓണം അടിച്ചിട്ട് ഇയാൾ പോരാൻ 1.5 മാസം. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇയാൾ പറഞ്ഞത് വെച്ചാല് ജയില് വായിക്കാനുള്ളതാണ്. എന്നാ ജയരാജ നല്ല കുറച്ച് ആരെങ്കിലും എഴുതിയ, വേറെ നിങ്ങൾ എഴുതിയല്ല, കൊള്ളാവുന്ന കുറച്ച് പുസ്തകം കയ്യിൽ വാങ്ങി വെച്ചോ. ഷുക്കൂർ കേസിന്റെ വിധി വരുന്നുണ്ട്, ജയിലിലിരുന്ന് വായിക്കേണ്ട ഗതികേട് ഈ ജയരാജൻ ഞങ്ങൾ വരുത്തും. ഇതൊന്നും തീരാൻ പോണില്ല. നിങ്ങൾ ചന്ദ്രശേഖർ വധക്കേസിനും ഷുക്കൂർ വധക്കേസിനും ശേഷം ഉണ്ടായ കേരളത്തിലെ മാറ്റം എന്താ അറിയങ്ങള്? ഈ സൂത്രധാരകരെ ജയിലിന്റെ ഇരുട്ടറയിലേക്ക് കൊണ്ടുപോകുന്നു ഞങ്ങൾ എന്നാണ്. തീർച്ചയായും അതുകൊണ്ട് ഇന്നലെയൊക്കെ നിങ്ങൾ ആലോചിച്ചു, ഈ അൻവറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ബുദ്ധിയാണ് നിങ്ങൾക്ക് ഈ പി ശശിയൊക്കെ പറഞ്ഞു തരുന്നത്? ഞാൻ അറിയാണ്ടിരിക്കുക, അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ പ്ലേസ്മെന്റിന് അദ്ദേഹം ഇങ്ങനെ ശക്തമായി നിൽക്കുന്ന സമയത്താണ് കൃത്യമായി കേരളം അഡ്രസ് ചെയ്യേണ്ട മലയോര കർഷകരുടെ സമരത്തിന്റെ മുൻനിരയിലെ രക്തസാക്ഷിയായി നിങ്ങൾ അയാളെ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ എത്തണം. എന്നിട്ട് അൻവർ അവിടെ എത്തുമ്പോ ഈ മലയോര കർഷക സമരങ്ങളിൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഘീയ കമ്മ്യൂണിസ്റ്റ് കള്ളക്കളിയുണ്ട്. സമരങ്ങളിൽ നിന്ന് പലരും പുറകോട്ട് പോയിട്ടുണ്ട്. എന്നാൽ അവിടെ അൻവർ കൃത്യമായി അവിടെ പ്ലേസ് ചെയ്യപ്പെടുകയാണ്, അവിടെ വരികയാണ്. അൻവർ പറഞ്ഞത് നിങ്ങളറിയാം, ഈ ചോലനായിക്ക സമുദായം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ അതീവ ന്യൂനപക്ഷമാണ്, പാവങ്ങളാണ്. ആ മനുഷ്യർ കാട്ടിനുള്ളിൽ താമസിക്കുന്ന പാവങ്ങള്, അവർക്ക് അവിടെ അവരുടെ താവളം കാടാണ്. അറിയോ നിങ്ങൾക്ക്? ഇപ്പൊ എന്താ സ്ഥിതി? കാട്ടിൽ പോയാൽ ആന ചവിട്ടിക്കൊണ്ടു, നാട്ടിൽ വന്നാൽ CPM വെട്ടിക്കൊണ്ടു. ഇതെന്തൊരു നാടാടോ, എന്തൊരു കഷ്ടമാണ്. മനുഷ്യരുടെ ഈ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? എന്താണ് മനസ്സിലാക്കാത്തത്? ഞാൻ ഈ ഓണംപള്ളിയിലെ പ്രവർത്തക സുഹൃത്തുക്കളോട് പറയുന്നത്, നിങ്ങൾ ഈ സമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ ഈ കെട്ടിയ കൊടികള്, ഇവിടുത്തെ തോരണങ്ങള്, നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഒരു പച്ചയുടെ അല്ലെങ്കിൽ ഈ ഹരിതാപതയുടെ ഒരു മനോഹരമായ ഒരു ആവേശമുണ്ട്, പ്രത്യേകിച്ച് എന്റെ മുമ്പിൽ നിൽക്കുന്ന കാരണവന്മാർക്ക്. ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, മുസ്ലിം ലീഗ് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ സമീപനം എടുത്ത് 948 മുതൽ എങ്ങനെയാണ് ഒരു ജനതയെ പരിവർത്തിപ്പിച്ചെടുക്കേണ്ടത്, ഇതാ ഈ പ്രസംഗിക്കുന്നതിന്റെ പരിസരത്തു നിന്നാണ്, കൊടുങ്ങല്ലൂരിൽ നിന്നല്ല. സിദി സാഹിബിന്റെ തറവാട് ഇതിന്റെ പരിസരത്താണ്. ഒരു മനുഷ്യൻ തലശ്ശേരിയിലേക്ക് വണ്ടി കയറി മലബാറിൽ വരുന്നത് എന്തിനെന്നാൽ നിങ്ങളെ പോലെ അല്ലായിരുന്നു മലബാറിലെ മുസ്ലിം പരിതോവസ്ഥ. കാരണം അത്രമേൽ തകർന്നു പോയൊരു ഇടം, 921 കലാപത്തിൽ നിന്ന് തകർന്ന് തരിപ്പണമായി പോയിടും. അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്, അവർക്ക് അറിവ് കൊടുക്കേണ്ടതുണ്ട്, അവർക്ക് വിദ്യാഭ്യാസം നൽകണം, എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തമാക്കണം. ഇപ്പോഴും രാജ്യത്തിന്റെ മുഖ്യധാരയിൽ വന്നു നിൽക്കാൻ മടിക്കുന്നവരെ രാജ്യത്തോട് ചേർത്ത് നിർത്തണം. ആ പ്രയത്നമാണ് അന്ന് മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്നത്, ആ ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഫാറൂഖ് കോളേജ് വരുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നത്, ഒരുപാട് സ്ഥാപനങ്ങൾ വന്ന് ഒരു ജനതയെ പരിവർത്തിപ്പിച്ച് വളർത്തിയെടുക്കുന്നത്. അത് മലബാറിന്റെ രാഷ്ട്രീയത്തിനകത്തിരുന്ന് ചിന്തിച്ചാൽ മാത്രമേ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ അങ്ങനെ വളർന്നു വന്ന ഒരു രാഷ്ട്രീയം വലിയ പങ്കല്ല, ചെറുതായിരിക്കാം. ചെറിയ ചെറിയ സംഘങ്ങൾ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ. ആ ചെറിയ സംഘം നിങ്ങൾ അറിയുമോ, ഈ അടുത്ത് നമ്മയൊക്കെ അസ്വസ്ഥതപ്പെടുത്തിയതാണ് ഇന്ത്യയിലെ കോടതികൾ, കീഴ്ക്കോടതികൾ സർവേക്ക് കൊടുക്കുക, പള്ളികളിൽ എന്താണ് ബിംബങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാവുക, സമ്പലിൽ ആളുകൾ മരിക്കുക, പിന്നെയും വാദങ്ങൾ ഉയരുക. അവസാനം സുപ്രീം കോടതിയുടെ ജഡ്ജ് തന്നെ ഇരിക്കുന്ന ഒരു ബെഞ്ച്, സുപ്രീം കോടതി എന്താണ് ചീഫ് ജസ്റ്റിസ് തന്നെ ഇരിക്കുന്ന ഒരു ബെഞ്ച് തീരുമാനമെടുത്തു, ഇനി അങ്ങനെ കീഴ്ക്കോടതികൾ ചെയ്യരുത്. ഞാൻ ചുരുക്കി പറയാണ്, ഇത് എങ്ങനെ ഉണ്ടായതാണെന്നറിയോ? ചെറുപ്പക്കാരറിയണം, അതൊരു വെറും വിധി മാത്രമല്ല, ആ വിധിയുടെ പിറകില് ഒരു മനുഷ്യനുണ്ട്. നിങ്ങൾ ആ വിധി പത്രത്തിൽ വായിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അല്ലാഹുവേ, GM ബനാത്തുവാല സാഹിബിന്റെ ഖബറിടത്തിൽ നീ നന്മ നിറക്കണമേ, സമാധാനം നിറക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ മനുഷ്യൻ 987 ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്നു. 947 ഓഗസ്റ്റ് 15 സമയത്ത് ഇന്ത്യയിൽ ആരുടെ കയ്യിലാണോ ക്ഷേത്രം, ആരുടെ കയ്യിലാണോ പള്ളി, ആരുടെ കയ്യിലാണോ ചർച്ച്, അതുപോലെ നിൽക്കണം. സ്വാഭാവികം ഒരു ചെറിയ പാർട്ടി ബില്ല് തള്ളി.
1990-ൽ കോൺഗ്രസും ലീഗും തമ്മിലിടഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളാണ്, തർക്കങ്ങളൊക്കെ ഉണ്ടാവും. തമ്മിലിടഞ്ഞു. മുന്നണിയിൽ നിന്ന് ലീഗ് ഇറങ്ങി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരികയാണ്. ചെറിയ പാർട്ടിയാണ് ലീഗ്, പക്ഷെ ലീഗ് കൂടെ ഉണ്ടാവണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു. തമിഴ്നാട്ടിൽ, കേരളത്തിൽ, ഈ ദക്ഷിണ ഇന്ത്യയിൽ ലീഗ് വേണമെന്നവർ ആഗ്രഹിച്ചു. ചർച്ച തുടങ്ങിയപ്പോ ലീഗ് വലിയ ഡിമാൻഡുകൾ വെച്ചു. ഞങ്ങൾക്ക് വടകര മണ്ഡലമാണ്, 3 സീറ്റ്, ഒന്നും പറഞ്ഞില്ല. ഒറ്റ ഡിമാൻഡ്. 87-ൽ ബനാത്തുവാല സാഹിബ് കൊണ്ടുവന്ന ബില്ല് ഔദ്യോഗിക ബില്ലായി ഈ രാജ്യത്തെ മനുഷ്യർക്ക് നേർക്കുനേരെ ജീവിക്കാവുന്ന അവസ്ഥയുണ്ടാക്കണം. കോൺഗ്രസ് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. 3 ദിവസത്തിന് ശേഷം വീണ്ടും ചർച്ച. കോൺഗ്രസ് ഒരു ഡിമാൻഡ് വെച്ചു. ബാബരി മസ്ജിദ് വലിയ തർക്കമാണ്, അതുകൊണ്ട് ആ ബാബരി മസ്ജിദ് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന കേസായതുകൊണ്ട് ഒഴിച്ചു വെച്ചു. ബാക്കി എല്ലാ പള്ളികളുടെ മുകളിലും, അമ്പലങ്ങളുടെ മുകളിലും, ആരാധനാലയങ്ങളുടെ മുകളിലും ബില്ല് കൊണ്ടുവരാം. ലീഗ് സമ്മതിച്ചു. ആ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ ഇന്ത്യയുടെ പ്രതിഭാധനനായ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. നമ്മളൊക്കെ നിശ്ചലമായി നിന്നുപോയ സമയം. പിന്നെയും തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായി നടന്നു. കോൺഗ്രസ് മൃഗീയമായ ഭൂരിപക്ഷത്തോടെ വന്നു. കോൺഗ്രസ് നമുക്ക് വാക്ക് നൽകിയ രാജീവ് ഗാന്ധി ഇല്ലാതെയും വാക്കുപാലിച്ച ബില്ല് കൊണ്ടുവന്നു. എന്തിനാണ് ലീഗ് എന്ന് ചോദിക്കുന്നില്ല. ഞങ്ങൾ ആരോടും വിരോധം വെച്ച് സംസാരിക്കുകയല്ല. ഞങ്ങൾ ഒരുപാട് പൊരുതിയിട്ടുണ്ട് ഈ രാജ്യത്തിലെ എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ, SDPIക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ. ഐഡിയോളജിക്കലായി ഈ രാജ്യത്ത് നിൽക്കാവുന്ന ഐഡിയോളജി അല്ല നിങ്ങളത് എന്നറിയുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് എന്തെങ്കിലും പരിവർത്തനം ഉണ്ടാക്കാനാകുമെങ്കിൽ, ഇടപെടാൻ കഴിയുമെങ്കിൽ, മറ്റാരെയും വേദനിപ്പിച്ചല്ല, ഈ രാജ്യത്തിന്റെ മതേതര ചേരിക്ക് കരുത്തു കൊടുത്താണ്. നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ ഇടമാണ്, നമ്മുടെ രാജ്യമാണ്. ഏതെങ്കിലും വൃത്തികെട്ട RSSകാരനും കമ്മ്യൂണിസ്റ്റുകളും പറയുന്ന പോലെ ഈ രാജ്യം നമ്മുടെ സ്വത്താണ്. അവര് പറയുന്ന പോലെ മറ്റൊരു രാജ്യത്തിന് വേണ്ടി തുടിക്കുന്ന ഹൃദയമുള്ളവരല്ല. സംശയം ഉണ്ടെങ്കിൽ ഇവനൊക്കെ ഈ മണ്ണിലേക്ക് അവന്റെ മുഖം ചേർത്ത് പിടിച്ചു കൊടുക്കണം. നമ്മുടെ പിതാമഹന്മാരുടെ ചോര കൊണ്ട് പങ്കിലപ്പെട്ട് കിടക്കുന്ന, പവിത്രപ്പെട്ട് കിടക്കുന്ന ഈ മണ്ണ് മണക്കുമ്പോൾ അവന് മനസ്സിലാവും ഞങ്ങൾ ആരായിരുന്നു എന്ന്. ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തത് കമ്മ്യൂണിസ്റ്റുകളും RSSകാരാണ്. ഞാൻ ചരിത്രത്തിലേക്ക് പോണില്ല. പലപ്പോഴും ഷിബു പറയുന്നത് ഞാൻ എത്രയോ തവണ ആവേശത്തോടെ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പഴയ ചരിത്രം എന്ന് പറയുന്നത്, ജോഷിയുടെ ചരിത്രം എന്ന് പറയുന്നത്, കമ്മ്യൂണിസത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ 980-കളിലില്ല, 90-കൾ വരെ ഈ രാജ്യത്തിന്റെ സ്വതന്ത്ര പതാക നിങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ 7 അയലത്ത് നിങ്ങൾ തൊടുവിച്ചിട്ടില്ല. നിങ്ങൾ ഈ രാജ്യത്ത് അംഗീകരിക്കാത്തവരാണ്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരികയാണ്. ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറയുന്നു, ഈ മുന്നേറ്റത്തെ ശക്തിപ്പെടുത്തണം സ്നേഹമുള്ളവരെ. ഈ മുന്നേറ്റത്തിന് കരുത്തു പകരണം. ഭിന്നിച്ചു നിന്ന് നശിക്കേണ്ട ഒരു സമയമല്ല ഇത്. ചേർന്നു നിൽക്കേണ്ട സമയമാണ്, ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. ഈ ഫാഷിസ്റ്റ് കാലത്തെ മനുഷ്യനെ തമ്മിൽ തല്ലിക്കുന്നിടത്ത് നിന്റെ ഒരു മെസ്സേജ്, നിന്റെ ഒരു വാക്ക്, നിന്റെ ഒരു പ്രസംഗം ആരുടെയും മനസ്സ് മുറിപ്പെടുത്തുന്നതാവരുത്. അവരിങ്ങോട്ട് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ അത് പരിഹാരമല്ല. ഇങ്ങോട്ട് ചെയ്യുന്നതിന് തിരിച്ചു ചെയ്യാനല്ല നിന്നെ ഈ മതം പഠിപ്പിച്ചത്, ദീൻ പഠിപ്പിച്ചത്, ലീഗ് പഠിപ്പിച്ചത്. നമ്മൾക്ക് നമ്മളുടെ നിലപാടുണ്ട്. ഈ രാജ്യത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഇന്നിവിടെ അന്തസ്സോടെ ജീവിക്കുന്ന പോലെ നമ്മുടെ മക്കൾക്കും ജീവിക്കാൻ നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു പതാക ഇന്ത്യയിൽ, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അർദ്ധചന്ദ്ര താരാങ്കിതമായ ഹരിത പതാകയാണ്. അതിവിടെ ഇങ്ങനെ പാറിക്കളിക്കേണ്ടത് ഈ പൊതുയോഗത്തിന്റെ സന്ദേശമായിട്ടല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പായിട്ടാണ് എന്ന് ഈ ഓണംപള്ളിയിലെ സഹോദരന്മാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട്, ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. അടുത്തതായി ഒരു മൊമെന്റോ വിതരണമാണ്.